ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതിപ്രധാനമേറിയ ചില കാര്യങ്ങളെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. 2014 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞു എന്ന സന്ദേശം കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് കേരളത്തിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി സംസാരിക്കുവാൻ ആരംഭിച്ചു. വി ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് എന്ന പേരിലുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ ഇന്ന് കേരളത്തിൽ സുലഭമാണ്. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, യേശുവിൻ്റെ ആ ഹൃദയഭാരം പങ്കുവച്ചപ്പോൾ അത് മനസ്സിലാക്കാനിടയായി. ഞാനെല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, പക്ഷേ ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞതായിട്ട് ആരും പറയുന്നില്ല. ചെയ്തു കഴിഞ്ഞതിൻ്റെ ബെനഫിഷ്യറിയായി, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വ്യക്തികൾ മാറുന്നില്ല. എത്രയും പെട്ടെന്ന് ഞാനെല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന സത്യം ലോകത്തിൽ പടരണം. ഒരു പ്രാവശ്യം കൂടെ വന്ന് എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ അതുകൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെങ്കിൽ അതിൻ്റെ ആഴം ജനങ്ങൾ അറിയണം, ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള വിടുതൽ പ്രാപിക്കണം എന്ന ആഹ്വാനത്തോടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇടതടവില്ലാതെ വി ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ആൻഡ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ടെറ്റലസ്റ്റായി എന്ന പദമൊക്കെ വിശദീകരിക്കുവാനും പറയുവാനുമായിട്ട് ഇടയായി. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇതൊരു പുതിയ ആശയമാകയാൽ ഇത് കേട്ടതിനിടയിൽ ഒരുപാട് ഡൗട്ടുകൾ വ്യക്തികളുടെ ഇടയിൽ ഇത് പറയാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ പലരിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്ന ചില ചോദ്യങ്ങളും അതിന് ഈ വെളിപ്പാടിൽ തന്നെ, ഈ ദൈവിക മനസ്സിലാക്കൽ തന്നെ ദൈവം തന്ന മറുപടിയും അതാണ് നമ്മൾ ഒരുമിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. ജോൺസൺ സാറേ, വന്ദനം. ഹല്ലേലൂയ. ജോൺസൺ സാറ് ഈ ഫിനിഷ്ഡ് വർക്കിനെ കുറിച്ച് അറിയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ ഫിനിഷ്ഡ് വർക്കിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ജോൺസൺ സാർ 1.5 വർഷം മുമ്പാണ് ഫിനിഷ്ഡ് വർക്കിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ. തെങ്ങനെ ബ്രദറിന്റെ ഒരു മീറ്റിംഗിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ആദ്യമായിട്ട് എവിടെയായിരുന്നു? അങ്ങനെ അവിടെയാ വരുന്നത്. ആദ്യമായിട്ട് എവിടെയായിരുന്നു ജോൺസൺ സാർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്? തെങ്ങണയുള്ള ഒരു മീറ്റിംഗിൽ അവിടെ വന്ന്. തെങ്ങണയിലാണ്. ഓ, കോട്ടയത്ത് തെങ്ങണയിലാണ്. ഇവിടെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് പറയുകയും സൈദ് ബ്രദർ ഇങ്ങനെ ഫിനിഷ്ഡ് വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത് കേൾക്കണം, ടി വിയിലുണ്ട്, അതിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ദിവസം TV ഓൺ ചെയ്തപ്പോൾ സൈദ് ബ്രദറിനെ ഇങ്ങനെ കാണുകയുണ്ടായപ്പോൾ നെക്സ്റ്റ് ഡേ തെങ്ങണയിലാണ് ആ മീറ്റിംഗ് നടക്കുന്നതെന്ന് അറിഞ്ഞു. രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. തെങ്ങണയിൽ എവിടെയാണെന്ന് പോലും അറിയില്ല. അവിടെ വന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അന്ന് ആദ്യമായിട്ടാണ് ഈ ഫിനിഷ്ഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അംശം കേൾക്കുവാൻ സാധിച്ചത്. ഒരു പ്രൊഫസറായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം ജോൺസൺ സാറ് ഇത് ആൾക്കാരോട്, ഇപ്പം സാറിന് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു വെൽ കൺവിൻസ്ഡ് ആണ് അല്ലേ? തീർച്ചയായും സാർ അതിൻ്റെ അകത്ത് റൂട്ടഡ് ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ആൾക്കാരുമായിട്ട് പറയുമ്പം സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വന്നിട്ടുള്ള യേശു എല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന സന്ദേശം പറയുമ്പോൾ ആൾക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ധാരാളം സംശയങ്ങൾ എൻ്റെ നേരെ ഉയർന്നു വരാറുണ്ട്. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ, വെറുതെ ഇരുന്നാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ആദ്യമേ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആൻസർ പറയാൻ തക്കോണം എനിക്ക് വചനത്തിൽ അധികം പ്രാവീണ്യമില്ലാത്തതുകൊണ്ട് അത് പറയാൻ തക്കോണമില്ല. എന്നാലും ഞാൻ അവരെ എല്ലാം ആഹ്വാനം ചെയ്ത് നമ്മുടെ ഈ മീറ്റിങ്ങിന് വന്ന് അറ്റൻഡ് ചെയ്യും. സൈദ് ബ്രദറിൻ്റെ ആ മീറ്റിങ്ങിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം കേൾക്കുവാൻ കഴിയും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്തിലോട്ട് പോകാൻ കഴിയും. പക്ഷേ പിന്നീടൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ ഒന്നും ചെയ്യണ്ടേ? എല്ലാം ക്രിസ്തു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനിയും ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ലേ? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ക്രൂശിലെല്ലാം യേശു ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നതിലൂടെ കൈൻഡ് ഓഫ് എസ്കേപ്പിസം, ഈ ചെയ്യാനുള്ള പ്രവൃത്തിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കൂട്ടം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജോൺസൺ സാർ ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ഞാനും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നത്തെ ഇതിൽ അതിന് ആ ട്രൂത്ത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതായിരുന്നു അതിനകത്തെ ആഴങ്ങളെന്ന് വ്യക്തികൾ മനസ്സിലാക്കുവാനായിട്ടിടയായി. ജോൺസൺ സാറിൻ്റെ വിഷയത്തിന് മറുപടി തരുന്നതിന് മുമ്പ് ബോം ബ്രദർ ഇതേ ചോദ്യം ഒരു പക്ഷേ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഈ കൃപയെക്കുറിച്ച് കേൾക്കുന്നത് ഈരാറ്റുപേട്ടയുള്ള ഒരു മീറ്റിങ്ങിൽ ആണ്. അപ്പോൾ അന്ന്
യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയ പോലെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ അറിയാൻ വേണ്ടി പിന്നെയുള്ള മീറ്റിങ്ങുകളെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താണ് ഇനി യേശു ചെയ്യാൻ ഉള്ളത് എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് ബ്രദറിൻ്റെ ഈ മീറ്റിങ്ങുകളിൽ കൂടി ഒരു അവസരം കിട്ടി. പക്ഷേ ആ പരിജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ആളുകൾക്ക് ഉള്ള ഒരു ഡൗട്ട്, ഇപ്പോൾ ജോൺസൺ സാർ പറഞ്ഞ പോലെ തന്നെ ഈ യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഇനി നമ്മളൊന്നും ചെയ്യണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ധാരാളം ആളുകളിൽ നിന്ന് ഇപ്പോഴും ഇതുണ്ട്. അത് ബ്രദർ ഒന്ന് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ. നമ്മൾ ആ ചോദ്യം എനിക്ക് തോന്നുന്നു രേഷ്മ ഒത്തിരി ആരംഭഘട്ടത്തിൽ അല്ലേ, എങ്ങനെ നമ്മളിത് ഈ ഒരു ഇത് കിട്ടിയ സമയത്ത് യേശു എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ലഭിച്ച ഉടനെ തന്നെ ഒരുപാട് നമ്മളത് പറയുവാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെ ഒരുപാട് ഭാഗത്തു നിന്നും ഈ സമൂഹത്തിലുള്ള ഒരുപാട് ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായി വന്നു. അപ്പൊ ക്രിസ്ത്യ ജീവിതം ഇനി വളരെ എളുപ്പമാണല്ലോ, എല്ലാം യേശു ചെയ്തു കഴിഞ്ഞു, ഓക്കെ ഇത് പറഞ്ഞ് ഇനി ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. ക്രൂശിലല്ല യേശു ചെയ്തു കഴിഞ്ഞു, ഓക്കെ. അത് ഒരു പരിധി വരെ ഒരു സ്വാതന്ത്ര്യവും, ബോംബ്രർ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യവും എന്നെ അറിവില്ലാത്തവർക്ക് ഒരു പരിധി വരെ ഇതൊരു എന്നെ ഒരു ഒളിച്ചോടാനുള്ള അവസരമായിട്ട് മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഈ ആശയത്തെ നമ്മൾ കുറച്ച് മിനിറ്റുകളൊന്ന് കേൾക്കുവാനായി പോവുകയാണ്. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നതിലൂടെ പറയാൻ ആഗ്രഹിച്ച മെസ്സേജ് എന്താണ്? ദയവായി ഇന്ന് ലോകരാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ദയവായി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് പതിയട്ടെ. മാക്സിമം ഞാൻ ചില റെഫറൻസുകൾ എടുക്കും, നിങ്ങൾക്ക് വായിക്കുവാനോ എഴുതുവാനോ താല്പര്യമുള്ളവർക്ക് അതിനുമുള്ള അവസരമുണ്ട്. യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തെ ഇത് വിമർശിക്കുന്നവരാരും നിരസിക്കുന്നില്ല, തിരസ്കരിക്കുന്നില്ല. കാരണം ആര് തിരസ്കരിച്ചിട്ടും കാര്യമില്ല, ഇത് യേശു തന്നെത്താൻ പറഞ്ഞ വാക്കാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി. മലയാളം ബൈബിൾ അങ്ങനെ തന്നെയാണ്. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, സകലവും തികഞ്ഞിരിക്കുന്നു, സകലവും നിവൃത്തിയായി, സകലവും നിവൃത്തിയായി എന്ന ആശയത്തെ കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് തന്നിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. പിന്നെ യേശു എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഇതിന് മറുപടി പല പ്രാവശ്യം സംസാരത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെയും ആവർത്തിക്കാൻ ഒട്ടും മടിയില്ല. മാനവജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി എന്തൊക്കെ ആവശ്യമായിരുന്നോ അത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുവാനായിട്ടിടയായി. അതിനകത്ത് 2-3 തരത്തിലായിട്ട് മണിക്കൂറുകളുള്ള പഠിപ്പീരുകൾ ഗ്രേസ് കമ്മ്യൂണിറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ സ്വർഗത്തിൽ അവിടുന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞു, ഭൂമിയിൽ അവിടുന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞു, പാതാളത്തിൽ പോലും എല്ലാം അവിടുന്ന് ചെയ്തു കഴിഞ്ഞു. ഈ ആശയത്തെ 3ആയിട്ട് തരംതിരിച്ച് വിശദീകരിക്കാറുണ്ട്. സ്വർഗത്തിൽ നമ്മുടെ വീണ്ടെടുപ്പ്, പിതാവിനോടുള്ള നമ്മുടെ ബന്ധം, ഇന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാനുള്ള റൂട്ട്, ഇതെല്ലാം ക്ലിയർ ആയത് യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള വഴിയിലൂടെയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും ഒരു ഭാഗത്ത് അനുഭവിക്കുന്നവരാകുമ്പോൾ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ് പ്രസക്തം. അപ്പോൾ ഇനി പ്രവൃത്തിയൊന്നും വേണ്ടേ? വാസ്തവത്തിൽ അത് പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. വേദപുസ്തകം പറയുന്ന പ്രവൃത്തി എന്താണ് എന്ന തെറ്റിദ്ധാരണയാണ് പ്രവൃത്തിയെക്കുറിച്ച് ഇനി പ്രവൃത്തി വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് കാരണമായിരിക്കുന്നത്. 1-2 വാക്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് ആദ്യം വരാം. ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ദയവായിട്ട് ആ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ എടുക്കാനായിട്ട് കഴിയും. എല്ലാവരും ഒന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചാട്ടെ. യെസ്, ഓക്കെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ വാക്കുകളാണ്.
എന്താണ് പ്രവൃത്തി എന്നുള്ളതിനെ യേശു ഇവിടെ വിശദീകരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശുവിന്റെ അടുക്കൽ പ്രസംഗം കേൾക്കാൻ വന്നവർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. എന്ത് ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം? യേശു ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നതിലൂടെ ഇനി പ്രവൃത്തിയൊന്നും വേണ്ടേ? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം? ഈ വാക്യത്തിൽ യേശുവിനോട് ഇതേ ചോദ്യമാണ് തൻ്റെ അടുക്കൽ തടിച്ചുകൂടിയ ജനം ചോദിച്ചത്. ഇതിന് യേശു പറയുന്ന മറുപടി വളരെ വ്യക്തമാണ്. അവിടെ എന്താണ് വാസ്തവത്തിലുള്ള പ്രവൃത്തി എന്ന് കാണാം. വായിച്ചോ. യേശു അവരോട് ദയവായി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നു? ഒന്നുകൂടെ അത് മനസ്സിലാകുന്നു. യേശു തന്നെത്താൻ പറയുകയാണ് ഏത് പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. കാരണം കേൾവിക്കാർ ഇതുവരെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ് ഏത് പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം? യേശു പ്രവൃത്തി എന്താന്ന് വ്യക്തമാക്കുക. ഇവിടെ എന്താണ് യേശു പറയുകയാണ്? പ്രവൃത്തി എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തോ ചെയ്യലല്ല പ്രവൃത്തി. ആ വാക്യത്തിൽ അത് വളരെ ക്ലിയർ. യോഹന്നാൻ 6:29 കേട്ടോ, എഴുതേണ്ടവർ എഴുതിക്കോ. യോഹന്നാൻ 6:29. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനെ യേശുവിനെ, പിതാവ് അയച്ച യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രവൃത്തി. അപ്പൊ വേദപുസ്തകം പറയുന്ന പ്രവൃത്തിയെ കുറിച്ച് യേശു പറഞ്ഞ വിശദീകരണം ഇതാണ്, വിശ്വാസമാണ്. അപ്പൊ തൊട്ടടുത്ത നിമിഷം ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ വിശ്വസിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തുള്ള ഒരു പ്രവൃത്തിയല്ലേ? അത് വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുകേടുകളിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നതാണ്. വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വചനം പറയുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. ഒന്ന് തിരിച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്താൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് വിശ്വാസം, ഞാൻ ഉണ്ടാക്കുന്നതല്ല വിശ്വാസം. അതായത് ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ എൻ്റെ പ്രവൃത്തി എന്ന് പറയാം. എന്നിൽ ദൈവം ഉണ്ടാക്കുന്നതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ? എൻ്റെ പ്രവൃത്തി എന്ന് എടുക്കാൻ ഒക്കുമോ? അപ്പം ഇവിടെ പറയുന്ന പ്രവൃത്തി യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യണ്ടേ? ഇനി ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്, യേശുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. പക്ഷെ വിശ്വാസം അതിൽ തന്നെ പ്രവൃത്തിയല്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തൻ്റെ വചനത്താൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്താൽ വിശ്വസിക്കുന്നു. ഒരുവനിൽ വിശ്വാസം ദൈവം ഉണ്ടാക്കിയത് കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അഥവാ മാനുഷിക പ്രയത്നത്താൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഫെയ്ത്ത് ഈസ് എ ഡിവൈൻ പ്രൊഡക്റ്റ്. വിശ്വാസം ഒരു ദൈവിക ഉൽപ്പന്നമാണ്. ദൈവത്തെക്കുറിച്ചുള്ള കേൾവി എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ദൈവിക ക്രിയയാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഓഫ് കോഴ്സ് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ഇനി കേൾക്കാൻ പോവാം. വിശ്വാസത്തിന്റെ അപ്പൊ യേശു തന്നെത്താൻ ഇവിടെ വിശദീകരിക്കുക എന്താ പ്രവൃത്തി എന്ന്. ഇന്നത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുകയല്ല, യേശു ചെയ്തതിലുള്ള വിശ്വാസമാണ് ഇന്നത്തെ പ്രവൃത്തി. അത്രയും മനസ്സിലാകുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് യേശു എനിക്ക് വേണ്ടി കാൽവരി അയച്ചവന്റെ ഒന്നുകൂടെ വായിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്. അവൻ അയച്ചവനിൽ
നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. എന്തുകൊണ്ടാ പ്രിയരെ ഒരു പ്രവൃത്തിയും കൂടാതെ ഒരു രക്ഷ നിങ്ങൾക്കും എനിക്കും തന്നത്? അല്ലെങ്കിൽ എന്നെയും ചെയ്ത് രക്ഷപ്പെട്ടോ എന്ന് പറയാതെ എന്നെ നിങ്ങളെയും യേശുവിൻ്റെ പ്രവൃത്തിയാൽ രക്ഷിച്ചത് എന്തുകൊണ്ടാണ്? റോമർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒരു വാക്യം കൂടെ ഒന്ന് ദയവായിട്ട് വായിച്ചു വേണമെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 8-ാം വാക്യം പോലെ വായിച്ചോ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, അവന്റെ ഔദാര്യത്താൽ, കൃപയാലല്ലോ, ദാനം, ദൈവത്തിന്റെ ദാനത്താലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, അതിന് നിങ്ങൾ കാരണമല്ല. അതിന് നിങ്ങൾക്ക്, ആ വാക്കിന് അടിവര ഇടണേ ദയവായി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. 8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. അതിന് നിങ്ങൾ കാരണമല്ല. ദൈവത്തിന്റെ ദാനമത്രേ. രക്ഷിക്കപ്പെട്ടതിന് നിങ്ങൾ കാരണമല്ല. നിങ്ങൾ എന്തോ ശ്രമിച്ച് നിങ്ങൾക്ക് കിട്ടിയതല്ല. ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അതിന് കാരണമെന്ന് പറഞ്ഞേനെ. മനസ്സിലായി? ഇവിടെ വാക്യം വ്യക്തമാക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല. ഒന്നുകൂടെ വായിച്ചോ അത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. നിങ്ങൾ കാരണമല്ല. പിന്നെയോ ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. എന്തിനാ എന്നെ കാരണമാക്കാതെ ദൈവത്തിന്റെ ദാനമായി ഈ രക്ഷ എന്റെ പ്രവൃത്തി കൂടാതെ എനിക്ക് തന്നത്? അടുത്ത വാക്ക്, ആരും പ്രശംസിക്കാതിരിപ്പാൻ. ഇതാ കാര്യം. ദൈവത്തിന്റെ ദാനമായി ഈ രക്ഷ എന്റെ പ്രവൃത്തി പരിഗണിക്കാതെ എനിക്ക് തന്നതിന്റെ കാരണം ഇതാ, ആരും പ്രശംസിക്കാതിരിക്കാൻ, ആരും പുകഴാതിരിക്കാൻ, ഞാൻ നേടിയതാന്ന് പറഞ്ഞു ഒരുത്തനും കോളറെ പിടിക്കാതിരിക്കാൻ, ഞാൻ കരഗതമാക്കിയതാ, എൻ്റെ കഴിവിനാൽ ഞാൻ നേടിയതാണ് എന്ന് പറയാതിരിക്കാൻ. അങ്ങനെ ആർക്കും പറയാൻ, ആ വാക്യം ഇവിടെ നോക്കി, ആരും പ്രശംസിക്കാതിരിപ്പാൻ. കണ്ടോ, ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികൾ കാരണമല്ല. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലേ? ഉണ്ട്. അതാ 10-ാം വാക്യം നോക്കിയേ. നാം അവന്റെ കൈപ്പണിയായി, കണ്ടോ, നാം അവന്റെ കൈപ്പണി, അവന്റെ പ്രവൃത്തിയായി, സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ച വാക്ക്, നാം അവന്റെ കൈപ്പണിയായി, അവന്റെ പ്രവൃത്തിയായി, സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ പ്രവൃത്തി ഇല്ലേ? പ്രവൃത്തി ഉണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി സൽപ്രവൃത്തി ചെയ്തു എന്നല്ല. അതാണ് ഈ വാക്യത്തിലെ ആൾക്കാർ സൽപ്രവൃത്തി ചെയ്ത് ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല. ഒന്നുകൂടെ വായിച്ച വാക്യം വേണമെങ്കിൽ, നാം അവന്റെ കൈപ്പണിയായി, സൽപ്രവർത്തികൾക്കായിട്ട് സൽപ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല, അതിനു വേണ്ടി ക്രിയേറ്റഡ് ഫോർ ദ ഗുഡ് വർക്ക്സ്. അങ്ങനെ അവിടെ അല്ലേ? We are his workmanship, created in Christ Jesus for good works. Created in Christ Jesus for good works. Created in Christ Jesus. യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്തിന്? For good works. ഗുഡ് വർക്ക്സ് ചെയ്ത് ക്രിയേറ്റഡ് ആയി എന്നല്ല, created in Christ for good works. Created by the finished work of Jesus for good works. ദൈവത്തിന്റെ ദാനമായി എനിക്ക് രക്ഷ തന്നത് എന്തിനാ? അതായി വാക്യത്തിൽ ശ്രദ്ധിക്കണ്ടായി. ഐ ആം ക്രിയേറ്റഡ്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഫോർ ഗുഡ് വർക്ക്സ്, ഞാൻ സൽപ്രവർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടിയവരുമാകുന്നു. അപ്പൊ ചെയ്തു പോരുക എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. ചെയ്തു പോരുന്നത് എന്തുകൊണ്ടാ? ഞാൻ അതിനായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലായത് ഞാൻ ആശയം? ഒന്ന് പറഞ്ഞത്, എന്നെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിട്ട് സൃഷ്ടിച്ചിരിക്കുക, അല്ലാതെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് ഞാൻ സൃഷ്ടിക്കപ്പെടുവല്ല. അല്ല. അപ്പൊ ഒരിക്കലും ദാനമായിട്ട് മാറത്തില്ല. സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഐ ആം ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. ഗുഡ് വർക്ക്സ് ചെയ്ത് വൺ ഡേ ദൈവം എന്നെ വിശുദ്ധനാക്കും എന്നല്ല. He created me holy. He created me a saint. അവൻ എന്നെ വിശുദ്ധനാക്കി സൃഷ്ടിച്ചത് കൊണ്ട്
അതിന്റെ ഫലമായി ഇനി പുറത്തു വരുന്നത് സൽപ്രവൃത്തി. ഞാൻ സാധാരണ രീതിയോട് പറയാറുണ്ട്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ കേൾക്കുന്നവർക്ക് ആവർത്തന വിരസത തോന്നിയേക്കാം, എന്നാലും പിന്നെയും പറയുക. കാരണം അതിലും നല്ലൊരു ആശയം ഇത് വിശദീകരിക്കുവാനായിട്ടില്ല എൻ്റെ കയ്യിൽ. ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് ഒന്നെങ്കിൽ ആണായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിച്ചതാ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്തോ ചെയ്ത് പെണ്ണാകുന്നതല്ല. പെണ്ണായതുകൊണ്ടാണ് പെണ്ണിനെ പോലെ നടന്നേ, ആണായതുകൊണ്ട് ആണിനെ പോലെ നടന്നേ. ആണാകാൻ വേണ്ടി മീശ വന്നതാണോ അത് ആണായതുകൊണ്ട് മീശ വന്നതാണോ? അതിനകത്ത് വളരെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾറെഡി നിങ്ങളതാണ്. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. നാം സൽപ്രവൃത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇതുകൊണ്ടാണ് ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ആ സൽപ്രവൃത്തി എൻ്റെ പ്രശംസാ വിഷയമല്ല. കാരണം സൃഷ്ടിക്കപ്പെടും മുമ്പേ ഇത് ചെയ്തില്ലല്ലോ. മനസ്സിലായോ സാറിന്? പറഞ്ഞേ. സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. സൃഷ്ടിക്കപ്പെട്ട ശേഷമാ സൽപ്രവൃത്തി ചെയ്യുന്നേ. അതെ. അതിന്റെ അർത്ഥം എനിക്ക് നേരത്തെ ഇത് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ സൃഷ്ടിക്കപ്പെടും മുമ്പേ അത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴാണ് ഫലമായിട്ട് സൽപ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുന്നത്. അത് ദൈവത്തിന്റെ ദാനം. അത് നേരത്തെ വെളിപ്പെട്ടിരുന്നില്ല. സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ്, അവന്റെ വിത്ത് എന്നിൽ കിടന്നപ്പോഴാണ് അവനിൽ നിന്നുള്ള ഫലം എന്നിൽ പുറപ്പെടാൻ തുടങ്ങി. അപ്പൊ ഇവിടെ പ്രവർത്തിക്കണ്ട എന്നൊരാശയം ഉണ്ട്. ശരിയാ, പ്രവർത്തിക്കണ്ട എന്നൊരാശയം ബൈബിൾ പറയുന്നുണ്ട്. അതെന്തിനാ പറയുന്നേ? ആരും പ്രശംസിക്കാതിരിക്കാൻ. മേളി വായിച്ചില്ലേ? ഒന്നുകൂടെ വായിച്ചു. ആരും ഒരുത്തനും പുകഴാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പം ബോബൻ ബ്രദറെ, ഈ ഇത്രയും വാക്യത്തിലൂടെ ഒരാശയം നമുക്ക് വ്യക്തമാവും. യേശു പറഞ്ഞ വാക്ക് നമ്മൾ ആദ്യം വായിച്ചു യോഹന്നാനില്, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് പ്രവൃത്തി. അതൊരു പ്രവൃത്തിയാണ്. പക്ഷെ അത് നമ്മുടെ കാഴ്ചപ്പാടി പ്രവൃത്തിയല്ല. അത് നമ്മളാൽ ചെയ്യുന്നതല്ല. പക്ഷെ പിതാവ് കാണുന്ന പ്രവൃത്തി പുത്രനിലുള്ള വിശ്വാസമാണ്. എല്ലാം ചെയ്തവനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. സഹോദരങ്ങളെ, നിങ്ങളത് കേൾക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. എല്ലാം എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തവനിലുള്ള വിശ്വാസമാണ് പ്രവൃത്തി. വേദപുസ്തകം പറയുന്ന പ്രവൃത്തി. ഇനി ഈ വിഷയത്തിൽ കുറച്ച് സംസാരം വരുന്ന ഇടയിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ആർഗ്യൂ ചെയ്യേണ്ടി വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതും കൂടെ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യാനില്ല. നോ. എന്നിട്ട് ഒരു സഹോദരൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ, ഫിലിപ്പിയ ലേഖനത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന വാക്യമുണ്ടല്ലോ. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. അത് ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റിദ്ധാരണയാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉള്ളതിലേക്ക് അത് വീഴണമെന്ന് ഞാൻ ആശിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം കിടപ്പുണ്ട്. വർക്ക് ഫോർ യുവർ സാൽവേഷൻ. ആ വാക്യം കിട്ടിയോ? ഒന്നുകൂടെ പറയാം, റെഫറൻസ് വേണമെങ്കിൽ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി യു ഹാവ് ടു വർക്ക് ഫോർ യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ എപ്പോഴും അനുസരിക്കുന്ന പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി കർത്താവിനോട് വിറയലോടും കൂടെ ഭയത്തോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ വാക്യം അങ്ങോട്ട് എടുത്തിട്ട് അയ്യോ ബ്രദർ പറയുന്ന തെറ്റാ, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കണ്ടിട്ടുണ്ട്. വേദപുസ്തകം ഒന്നും മുഴുവൻ വായിച്ചിട്ടില്ലല്ലേ? ആൾക്കാർ പറയുന്ന കേട്ട്, വേദപുസ്തകം ഒന്നും മുഴുവൻ വായിച്ചിട്ടില്ലല്ലേ? അയ്യോ, 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചായിരുന്നേ. 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക.
എന്നിട്ട് 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. എന്താ 13-ാമത്തെ വാക്യം? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എത്ര ക്ലിയർ ആ വാക്യം? രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞ ശേഷം അവിടെ പറയാ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി TV വെബ്സൈറ്റിലൂടെയും ഇതര യൂട്യൂബ് ചാനലുകളിലൂടെ ഇത് കാണുന്നവർ, ഇവിടെ വർക്കില്ല എന്ന് ആരും പറയുന്നില്ല. ആ വർക്കിനെ എനിക്ക് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ, ആ വർക്കിൽ എനിക്ക് ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ എൻ്റെ വർക്ക് എന്ന് പറയാം. ഇവിടെ എനിക്ക് ക്രെഡിറ്റ് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഞാനല്ല, എന്നിൽ വന്ന ദൈവ കൃപയാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം എന്നുള്ളത് പോലെ തന്നെയല്ലേ? എക്സാക്ട്ലി, അത് തന്നെ പോയിന്റ്. ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം എന്നുള്ളത് തന്നെ എവിടെ? ഇവിടെ രക്ഷ ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ ഒരാൾ പറയുന്നു രക്ഷ ദൈവം ദാനമായിട്ട് തന്നിരിക്കുക, പക്ഷെ ഞാൻ പ്രവർത്തിച്ചല്ലേ നേടിയത്. അപ്പൊ ദൈവം അവരോട് പറയുകയാണ്, അയ്യോ മടയാ, നീ പ്രവർത്തിച്ചെന്ന് പറയാതെ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ അറിവിൽ നീ അല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇച്ഛിക്ക, ആഗ്രഹിക്കുക എന്നതും കണ്ടോ, പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ദൈവമക്കളെ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ നിങ്ങളല്ലോ. ശരിക്കും നോക്കുമോനെ, നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളല്ലോ, നിങ്ങളിൽ നിങ്ങളല്ലല്ലോ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ നിങ്ങളല്ലല്ലോ. ഇതാണ് ജീവിതവും ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ജീവിതത്തിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാനാ, ക്രിസ്തീയ ജീവിതത്തിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നിൽ വന്ന ദൈവകൃപയാണ്. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? തിരുവുള്ളം ഉണ്ടായിട്ട് കർത്താവ് നിങ്ങളിൽ വന്ന് ഇപ്പൊ പ്രവർത്തിച്ചിട്ട് അതിന്റെ പേര് കോളറെ പിടിക്കുവാണോ നിങ്ങള്? ആഗ്രഹിക്കാൻ തോന്നിയത് പോലും കർത്താവിന്റെ ദാനമാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞോളെ. ഇങ്ങനെ ആഗ്രഹിക്കാൻ തോന്നിയത് പോലും കർത്താവിന്റെ ദാനമാണ്. ആഗ്രഹിക്കാൻ പറ്റിയത് പോലും കർത്താവിന് തിരുവുള്ളം ഉണ്ടായിട്ടാണ്. കർത്താവിന് അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് അല്ലേ? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ആഗ്രഹിക്കുക എന്നത് പോലും, എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹം വന്നത് പോലും കർത്താവിന് തിരുമനസ് തോന്നിയിട്ടാ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പൊ എവിടെയെല്ലാം വർക്ക് പറഞ്ഞിട്ടുണ്ടോ ആ ഒരു വാക്ക് മാത്രം പിടിച്ചു തൂങ്ങരുത്. അതല്ല അതിന്റെ വ്യാഖ്യാന രീതി. അറ്റ്ലീസ്റ്റ് ആ ഒരു അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുക, ആ ഒരു ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുക, റെസിപ്പിയൻസ് വായനക്കാരാര, കേൾവിക്കാരാരാ എന്ന് ഓർക്കുക. ഏത് സാഹചര്യത്തിലാണ് യേശു അവരോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനെ തുറക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് തുറന്നു കിട്ടും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പ്രവർത്തിക്കുന്നത് ഞാനല്ല, ദൈവമത്രേ. ഒന്ന് വായിച്ചോ. ദൈവമത്രേ. അതാ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇപ്പം നിങ്ങളിൽ ദൈവമല്ലോ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിങ്ങളിൽ ദൈവമല്ലോ, നിങ്ങളിൽ ദൈവമല്ലോ, നിങ്ങളിൽ ദൈവമല്ലോ. ഇതൊന്നും മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ പാട് ഞാൻ നോക്കിയിട്ട്. ദൈവമാണോ അതോ ഞാനാണോ? എവിടെയെല്ലാം വർക്ക് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയോ. പറഞ്ഞിട്ടുള്ള വർക്ക് പുത്രന്റെ വർക്കാണ്, യേശുവിന്റെ വർക്കാണ്. കാരണം നേരത്തെ ഇച്ഛിച്ചിട്ടില്ല. ജോൺസൺ സാറിന് തന്നെ അറിയാം, അല്ല നമുക്ക് തന്നെ അറിയാം. പല പ്രാവശ്യം ഇച്ഛിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഇത് നമുക്ക് നേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ തേടി വന്നിട്ടില്ല. എന്നാൽ കർത്താവിന്റെ ഇച്ഛ നമ്മളിൽ ആരംഭിച്ചപ്പോഴാണ്
ഇവിടെ നമ്മൾ ഇച്ഛ ആരംഭിച്ചത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമത്രേ. He is working in you. അപ്പൊ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു ഉപസംഹാരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്ത്യൻ ലൈഫ് is the life of Christ. You are living or you are reigning in the life with the life of Christ. യേശുവിൻ്റെ ജീവനെയും കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ ആ വാക്ക്, യേശുവിൻ്റെ ജീവനെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എന്നോട് ഞാൻ ആവർത്തിക്കാതെ, ക്രിസ്തീയ ജീവിതം യേശുവിൻ്റെ ജീവനെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ്. അപ്പം എന്നിലെ പ്രവൃത്തിയോ? എന്നിലെ പ്രവൃത്തി ഞാനല്ല. കാരണം എന്നിലെ പ്രവൃത്തി ഞാനായിരുന്നെങ്കിൽ യേശു വരും മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. അതെ, യേശു വന്ന ശേഷം ആ പ്രവൃത്തി തുടങ്ങിയതെങ്കിൽ ഇത് നിങ്ങളായിട്ട് തുടങ്ങിയതല്ല, നിങ്ങളിൽ വന്ന യേശു തുടങ്ങിയതാണ്. എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? നിങ്ങളിൽ വന്ന യേശു തുടങ്ങിയതാണ്. നിങ്ങളിൽ വന്ന യേശു തുടങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അകത്ത് ക്രെഡിറ്റ് ഇല്ല. അതുകൊണ്ടാണ് എഫെസ്യർ 2 പറഞ്ഞേ, ആരും പ്രശംസിപ്പാതിരിക്കാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല. ഇനി എന്താണ് യേശുവിൻ്റെ മാർഗവും ഇതര മതവും തമ്മിലുള്ള വ്യത്യാസം? എല്ലാ മതത്തിൻ്റെയും അന്തസ്സത്തെ ഒന്ന് നിങ്ങൾ വിശകലനം ചെയ്തത് നല്ലതാണ്. കമ്പാരിറ്റീവ് റിലീജിയനോ അങ്ങനെയുള്ള ഏതെങ്കിലും ബുക്കുകളൊക്കെ വായിച്ചാൽ ഒരു പക്ഷേ ഈ ആശയം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കൂടുതൽ ലഭിക്കുമായിരിക്കും. കർമ്മമാർഗേന മോക്ഷ, ഇത് ചെയ്തു, ഇത് ചെയ്ത് അത് നേടിക്കൂ എന്നത് ഏത് മതത്തിൻ്റെയും തീഷ്ണ മുഖമാണ്. ഓരോ മതത്തിൽ അത് വ്യത്യസ്തമാണ്. ചില മതത്തിൽ പറയും ഇന്നിടത്ത് വന്ന് ചെയ്യണം, ചില മതത്തിൽ പറയും ഇന്നിടത്ത് വന്നൊന്നും ചെയ്യണ്ട, നിൽക്കുന്നിടത്ത് നിന്നങ്ങ് ചെയ്താൽ മതി. ചിലയിടത്ത് പറയും ഇത്ര ദിവസം വന്ന് ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം. ഓക്കെ, അപ്പൊ സകല മതങ്ങളുടെയും തീഷ്ണ മുഖം കർമ്മമാർഗേന മോക്ഷമാണ്. ചെയ്യുക, നേടുക. ഡു ദിസ് then you will get this. നീ ഇത് ചെയ്താൽ നിനക്കിത് കിട്ടും. ഓക്കെ, യേശുവിൻ്റെ മാർഗവും ഇതാണെങ്കിൽ, ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് റിലീജിയൻ ഓർ റിലേഷൻ ആൻഡ് റിച്വൽ? എന്താണ് പാരമ്പര്യവും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ യേശുവിൻ്റെ ഉപദേശത്തിൽ ഞാൻ ആകൃഷ്ടനായതിൻ്റെ പ്രധാന കാരണം ഇതാ, യേശു എന്നെ ചെയ്യാൻ പറഞ്ഞ് വിളിക്കുകയല്ല ചെയ്തേ, ചെയ്തു എന്ന് പറഞ്ഞ് വിളിക്കുക ചെയ്തേ. ഹല്ലേലൂയ. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഡു ദിസ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ യേശുവിനോട് പറയുന്നു, ഇറ്റ്സ് ഡൺ, ഐ ഹാവ് ഫിനിഷ്ഡ്, ഞാനത് ചെയ്തിരിക്കുന്നു. ബിലീവ് ആൻഡ് എൻജോയ്. ആ ബിലീവിന് പോലും ഞാൻ പ്രവർത്തിക്കാം. പല ആളുകളുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും ചെയ്ത് അതെ, ബോബ്രർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ബോബ്രറെ അതിൻ്റെ അകത്ത് ഒരു മാനുഷിക സുഖമുണ്ട്, ഒരു സുഖമുണ്ട്, ഒരു വേർപ്പുണ്ട്. ഓ, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു, എൻ്റെ അങ്ങനെ ആൾക്കാർ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വില കൊടുത്ത് ഇങ്ങനെ കൃപാവരങ്ങളാലൊക്കെ ആരെങ്കിലും ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ, രോഗശാന്തിക്കൊക്കെ ആരെങ്കിലും ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ മുതലേ ആഗ്രഹമാണ്, കർത്താവ് എങ്ങനെയും നമ്മളിലൂടെ ഒരാൾ സൗഖ്യമാകണം, നമ്മളിലൂടെ ഒരു ഭൂതം പുറത്താകണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഓടിപ്പടുവെടുത്ത് ഇവരുടെ അടുക്ക ചെല്ലും. എങ്ങനെയായി പരിപാടി ബ്രദറെ, എങ്ങനെയാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളൊക്കെ സൗഖ്യമാവുന്നു, എങ്ങനെയാ ഇതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മോനെ കൊണ്ട് മാറിയിരിക്കേ, ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും കിട്ടുന്നൊന്നും അല്ല. ഇതിനു വേണ്ടി ഞങ്ങൾ കുറെ നാൾ പഞ്ഞം കിടന്ന. ഓക്കെ, ഇത് വില കൊടുത്ത്, അല്ലേ, ഇത് ആ ഒരു വാക്ക് ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇത് വില കൊടുത്ത് നേടിയതാ. എന്നാ വിലയാ കൊടുത്തേ? സത്യം പറ. എന്നേലും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടല്ലേ കൊടുത്തേ? അതാ കറക്റ്റ്. ഞാൻ വില കൊടുത്ത് നേടി എന്നുള്ളതല്ല, കർത്താവ് വില കൊടുത്തു എന്ന് വിശ്വസിച്ചപ്പോ ഞാനത് നേടി. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തേ. ഇവിടെ എല്ലാം അത് തന്നെ പറയുന്നത്. സി, ഏത് സന്യാസവും അല്ലെങ്കിൽ ഏത് പരിത്യാഗവും ഏത് കർമ്മമാർഗവും അതിൻ്റെ തീഷ്ണ മുഖത്തിൽ നോക്കിക്കോ, ഞാൻ തുപ്പലിറക്കാതെ, ഉമ്മിനീര് പോലും ഇറക്കാതെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ഓക്കെ, എൻ്റെ ശരീരം തുളച്ച് എൻ്റെ ദൈവത്തെ ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ ദൈവം എൻ്റെ മേൽ പ്രസാദിക്കണം. ദൈവമേ, എൻ്റെ കണ്ണു കുഴിഞ്ഞതും എൻ്റെ വയറ് നട്ടല്ലേ ഒട്ടിയതും
ദൈവമേ നീ കാണണമേ, എന്നിട്ടേലും എനിക്ക് തരണമേ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ, ഇത് നിങ്ങളുടെ ഒരു പ്രവൃത്തിയാലും നിങ്ങളുടെ ഒരു വിലയാലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല, നേടാൻ കഴിയുന്നതുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊരിക്കലും കൃപയാലാക്കി തരികയില്ലായിരുന്നു. കൃപയാലാക്കിയത് സൗജന്യമായതുകൊണ്ടും വിലയില്ലാത്തത് കൊണ്ടുമല്ല, വില കൊടുത്ത് നേടാൻ കഴിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരിക്കലും എന്നെ കൊണ്ട് വില കൊടുത്ത് വാങ്ങാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഇത് സൗജന്യമായിട്ട് തന്നെ, അല്ലാതെ വിലയില്ലാഞ്ഞിട്ടല്ല. സൗജന്യമായിട്ട് തന്നെന്ന് പറയുമ്പോൾ നമുക്ക് വിലയില്ല. അതാണ് മനുഷ്യന്റെ ഒരു പ്രശ്നം. അതാ, ഫ്രീ ആണ്, ഓ അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, പോയാലും കുഴപ്പമില്ല. നോ, ഇവിടെ ഫ്രീ ആക്കി തന്നത് എൻ്റെ ഒരു വില കൊടുപ്പിനും ഇത് എനിക്ക് കരസ്ഥമാക്കി തരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് യേശുവിൻ്റെ ദാനമായിട്ട് തന്നത്. അപ്പം വാസ്തവത്തിൽ കൃപയുടെ സമൂഹത്തിന്, ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക്, ലോകമെമ്പാടും ഉള്ള കൃപയുടെ സമൂഹത്തിന് അതാത് പരിതസ്ഥിതിയിൽ ഇത് പ്രവൃത്തി വേണ്ട എന്ന് പറയുന്ന ഗ്രൂപ്പാന്ന് പറയുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത്. കാരണം ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ഇതിനകത്ത് പറയുന്നത് നല്ലതായിരിക്കും. പുത്രന്റെ പ്രവൃത്തിയാണോ നമ്മുടെ പ്രവൃത്തിയാണോ ഇന്ന് ദൈവം പരിഗണിക്കുന്നത്? ആ ആശയം കൂടെ ഞാനൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ദയവ് ചെയ്ത് എൻ്റെ കൂടെ ഒരു വാക്യത്തിലോടും കൂടെ നിങ്ങളൊന്ന് വന്നാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ ഒന്ന് നമുക്ക് എടുക്കാമല്ലോ. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം ഒന്ന് എടുത്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം ഒന്ന് എടുത്താട്ടെ. ഓക്കെ, 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട്, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചേ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ, വർക്ക്, പ്രവൃത്തിക്കകത്ത് ഒരു സ്വയനീതിയുണ്ട്. ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിത് കിട്ടും. ഇവർ ദൈവത്തിന്റെ നീതി അറിയാതെ, വായിച്ചു പറയാം, ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. എന്താണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത്? അവർ ദൈവത്തെ പരിജ്ഞാനമില്ലെങ്കിലും അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് എരിവുണ്ടായിരുന്നു, പക്ഷെ പരിജ്ഞാനപ്രകാരമുള്ള എരിവല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ ആ വാക്യം. അവർക്ക് എരിവുണ്ടായിരുന്നു, ഭയങ്കര തീഷ്ണതയാ, എന്നാ വേണം ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷേ തിരിച്ചറിവിലുള്ള ചെയ്ത്തല്ലായിരുന്നു. അവര് പ്രവർത്തിച്ച് ചെയ്യാനുള്ള വ്യഗ്രതയായിരുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഇത് ഭയങ്കരമായിട്ട് വിശദീകരിക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റിലാ ചെയ്ത്. എരിവുണ്ടായിരുന്നു, ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ചെയ്ത്ത് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഓ ഇത് ദൈവം വന്നിട്ടുള്ള ചെയ്ത്താന്ന്. അല്ല, പരിജ്ഞാനത്തിലുള്ള ചെയ്ത്തല്ലത്. വായിച്ചോ വാക്ക്. പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. കാരണം ഇങ്ങനെ ആ കൂട്ടത്തിലുണ്ടായിരുന്നയാളാ പൗലോസ്. ന്യായപ്രമാണം സംബന്ധിച്ച് എരിവും പ്രവൃത്തിയുടെ പുളിയും എല്ലാം സ്വീകരിച്ച ആളാ, അറിയാവുന്ന ആളാ. അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത ഒരു പ്രവൃത്തിയില്ല. വർക്ക്സ് ഓഫ് ദി ലോയിലൂടെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആകെ ശ്രമിച്ച മനുഷ്യനാ. അതിന്റെ ഫെയിലിയർ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മറ്റവരുടെ സാക്ഷ്യം പറയാ, എനിക്കറിയാം അവരങ്ങനെയാന്ന്, കാരണം ഞാൻ അവരുടെ ഇടയിൽ ജീവിച്ചതാണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. അടുത്തൊന്ന് വായിച്ച്. വിശ്വസിക്കുന്ന നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പം എന്തായിരുന്നു പഴയ നിയമത്തിൽ അഥവാ ന്യായപ്രമാണ കാലയളവിൽ നീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്? അതോടൊന്ന് വായിച്ചോ, 5-ാം വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ആരാ? ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. നിർത്തി എടുക്കണേ ആ ഭാഗം, കാരണം അത് വളരെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഏത്? പ്രവൃത്തിയാൽ ജീവിക്കും.
പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ? ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ആർക്കും പറ്റുന്നില്ല. ചെയ്ത മനുഷ്യൻ ജീവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജീവൻ പ്രാപിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ റോമാലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കണ്ടോ? ചെയ്ത് രക്ഷപ്പെടാൻ നിയമം എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ചെയ്ത് രക്ഷപ്പെട്ടാൽ നിയമം നല്ലതാ. ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാത്ത എനിക്ക് രക്ഷയ്ക്കല്ല ശിക്ഷയ്ക്കാണ് നിയമം കാരണമായത്. കാരണം ചെയ്യുന്നവൻ രക്ഷ, ചെയ്യാത്തവന് ശിക്ഷ. അപ്പൊ ചെയ്യാത്ത എനിക്ക് എന്താ ഉള്ളേ? ശിക്ഷയാ ഉള്ളേ. ഇങ്ങനെ നിയമം എൻ്റെ മുമ്പിൽ വെച്ച ഡിമാൻഡുകൾ, റിക്വയർമെന്റുകൾ ചെയ്യാൻ കഴിയാതെ, എൻ്റെ ദൈവമേ ചെയ്ത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റുന്നില്ല, പാപം എന്നെ സമ്മതിക്കുന്നില്ല എന്ന പരിവസ്ഥിതിയിൽ ഒരു മനുഷ്യനാകുമ്പോഴാണ് ആ മനുഷ്യൻ എന്നെ കൊണ്ട് പ്രവർത്തിച്ച് നേടാൻ പറ്റാത്തത് ആരേലും എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ ആ ചെയ്തു തന്ന ആളെ വിശ്വസിച്ച് ഞാൻ രക്ഷപ്പെടാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. ഇവിടെയാണ് യേശു ചെയ്തു. അവസാനം ആ വാക്യം ഒന്ന് വായിച്ചോ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഓക്കെ, 5-ാമത്തെ വാക്യം ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ അടിവരയിടേണ്ട ഭാഗമാണ്. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന്. ചെയ്ത മനുഷ്യൻ ഒന്ന് പറഞ്ഞ വാക്ക്. ചെയ്ത മനുഷ്യൻ, നിയമം പൂർത്തീകരിച്ച മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഓക്കെ, എനിക്കോ നിങ്ങൾക്കോ നിയമം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവൻ നിങ്ങൾക്കും എനിക്കും സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോ യേശു എന്ന മനുഷ്യൻ ചെയ്തു. ഹലോ, ന്യായപ്രമാണത്തിന് ചെയ്യാൻ പറ്റാഞ്ഞത് മുഴുവൻ യേശു ചെയ്തു കഴിഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അതാ പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. റൈച്ചസ്നെസ് ഓഫ് ദി ലോ മസ്റ്റ് ഫുൾഫിൽ in me when I believe in Jesus. യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ പ്രവർത്തിയാലുള്ള നീതി പ്രവർത്തിക്കുന്നവന് കിട്ടുമെന്ന് പറഞ്ഞത് മുഴുവൻ എനിക്ക് കിട്ടാൻ വേണ്ടി യേശു നിയമത്തിനകത്ത് വന്ന് ചെയ്തു. He was born under the law. He was brought up under the law. He complete the requirement of the law. ഗലാത്യ ലേഖനം 4:4 അതാ പറയുന്നത്. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നാ ആശയം? ന്യായപ്രമാണത്തിന്റെ ക്ലോസ് ഇതായിരുന്നു, ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. ഒരു കാര്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇതാ വരുന്നു. ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. ആർക്കും ചെയ്യാൻ പറ്റിയില്ല, യേശു ചെയ്തു. യേശു ചെയ്തിട്ട് ഇന്ന് നമ്മളോട് പറയോ, ഒന്ന് വിശ്വസിക്കാവോ പ്ലീസ്, ഒന്ന് വിശ്വസിക്കാവോ, ഞാൻ ചെയ്തു. കാല് പിടിച്ച് പറയോ, ഒന്ന് വിശ്വസിക്കാവോ, ഞാനെല്ലാം ക്രൂശി ചെയ്തു. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ നീ ചെയ്ത പോലെ ആകും. അതാ അവിടുത്തെ വിഷയം. വിശ്വസിക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകും. എത്ര പേര് യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിനായിട്ട് നന്ദി എന്ന് പറയാൻ കരമുയർത്തും? ഒന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ. യേശുവേ എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിന് നന്ദി യേശുവേ. ഹല്ലേലൂയ. ബ്രദർ എന്താ പറയാമെന്ന്? ബ്രദർ, അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം യേശു വന്ന് ന്യായപ്രമാണം പൂർത്തീകരിച്ചു. അപ്പോൾ ആ ന്യായപ്രമാണം നമ്മളെ കണ്ട് സാധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് യേശു വന്ന് യേശു ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ന്യായപ്രമാണത്തിൽ വരുന്ന നിയമങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അനുസരിച്ചതിന് തുല്യമായി. നമ്മുടെ സഹോദരൻ അനുസരിച്ചപ്പോ നാം അനുസരിച്ചത് തുല്യമായി. കാരണം നാം യേശുവിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൊണ്ട് ആ യേശു ക്രൂശിൽ കയറിയേ.
അപ്പോൾ ശരിക്കും ന്യായപ്രമാണം നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയല്ല, ന്യായപ്രമാണം നമ്മളും ഓൾറെഡി പൂർത്തീകരിച്ചു. അതാ യേശു പറഞ്ഞേ, അയ്യോ നിങ്ങൾ ഒരിക്കലും നിരൂപിക്കരുത്, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാനാണ് ഞാൻ വന്നതെന്ന്. നോ, ഞാൻ ഇതിനെ ഫുൾഫിൽ ചെയ്യുകയാണ് എന്നിൽ. എന്തിനാ? വിശ്വസിക്കുന്ന നിങ്ങളിൽ നിയമത്തിൽ പറഞ്ഞ നീതി നിവൃത്തിയാകേണ്ടതിന്. അപ്പൊ യേശു ന്യായപ്രമാണത്തെ നീക്കാൻ വേണ്ടിയല്ല വന്നേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നോ, യേശു ന്യായപ്രമാണത്തെ നീക്കിയെന്ന് വന്നാൽ ന്യായപ്രമാണം കൊടുത്ത ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് വരും. ഞാൻ യേശുവിനെ, ആ ന്യായപ്രമാണം നീക്കിയ യേശുവിനെ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാനും ന്യായപ്രമാണത്തെ നിവൃത്തിയാക്കുക ചെയ്തു. എന്നിലൂടെ ന്യായപ്രമാണം നിവൃത്തിയാകും. റോമർ 8 പോണേ, അതൊന്ന് എടുത്ത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. റോമർ 8:4 തോന്നുന്നു. റോമൻസ് 8:4. റോമൻസ് 8:4. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ കണ്ടോ, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ, യേശുവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. കണ്ടോ, നമ്മളിൽ ഫുൾഫിൽ ആകുന്നത് ലോ പറഞ്ഞ റിക്വയർമെന്റ്. എങ്ങനെ? ബൈ ബിലീവിങ് ഇൻ ജീസസ്. യേശുവിൽ വിശ്വസിക്കുമ്പോ നിയമം പറഞ്ഞ മുഴുവൻ പ്രവൃത്തിയും ചെയ്തവനായിട്ട് നമ്മൾ മാറുക. അതാ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ആ പാദം ഒന്ന് മനസ്സിലായത്ര ഒന്ന് പറഞ്ഞ്, അപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും. യേശു ന്യായപ്രമാണത്തിൽ വന്ന ന്യായപ്രമാണം പൂർത്തീകരിച്ചതിൽ കൂടി നമ്മൾ ആ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഈ ന്യായപ്രമാണം നമ്മളും പൂർത്തീകരിച്ചതായിട്ട് മാറുകയാണ്. അതിനകത്ത് എന്ത് നീതിയായിരുന്നോ പൂർത്തിയാകാനുണ്ടായിരുന്നത്, ആ നീതി യേശു നിവർത്തിച്ചതിലൂടെ എന്നിൽ നിവൃത്തിയായിരിക്കുന്നു. ഇനി യേശുവിലുള്ള വിശ്വാസത്താൽ അത് എന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ, 4-ാം വാക്യം അല്ലേ, റോമൻസ് 7:4 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്, ശ്രദ്ധിച്ചു, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും, ശ്രദ്ധിച്ചു, ബോംബ്രോർ പറഞ്ഞ വാക്ക, നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നിങ്ങളും യേശുവിനോടുകൂടെ യേശുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. കേട്ടോ, യേശുവിന്റെ ശരീരത്തിലാണ് ലോയുടെ റിക്വയർമെന്റ് മുഴുവൻ ഫുൾഫില്ലായി. യേശുവിന്റെ ശരീരത്തിലാണ് നിയമം മുഴുവൻ നിവൃത്തിയായി. പക്ഷെ യേശുവിൽ വിശ്വസിച്ചപ്പോ അത് ഞാൻ പ്രവർത്തിച്ച പോലെ ആയി. ഞാനും പൂർത്തീകരിച്ചു. കാരണം ന്യായപ്രമാണത്തിൽ പറഞ്ഞ നീതി ദൈവത്തിന്റെ നീതിയാണ്. അത് വിശ്വസിക്കുന്ന ഏവനും ലഭിക്കേണ്ട നീതിയാണ്. അതിനുവേണ്ടി യേശുവായി ന്യായപ്രമാണത്തിന്റെ അവസാനം 10 റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ മേളിലുണ്ടത്. വിശ്വസിക്കുന്ന 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. ശ്രദ്ധിച്ചു കേട്ടെ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. യേശുവിനെ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ ഒരു നീതി ഉണ്ട്. പ്രവൃത്തിയാലുള്ള നീതി അല്ല, വിശ്വാസത്താലുള്ള നീതി. എൻ്റെ പ്രവൃത്തിയാലല്ല, പുത്രന്റെ പ്രവൃത്തിയാൽ ഞാൻ നീതിമാനാകും എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞ നീതിയാണ് യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നതാണ് പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പം ഫിനിഷ്ഡ് വർക്ക് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രൂശിലെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നതിലൂടെ ഒരു ഒളിച്ചോട്ടത്തിലേക്കല്ല വിളിക്കുന്നത്, വാസ്തവത്തിലുള്ള ക്രിസ്ത്യൻ ലൈഫിലേക്കാണ്. ഒരു വലിയ സ്വസ്ഥത ആരംഭിക്കുക. ജോൺസൺ സാറിന് അത് ഫീൽ ചെയ്തോ ഇത് വിശ്വസിക്കാൻ തുടങ്ങിയ പിന്നെ? തീർച്ചയായിട്ടും. എങ്ങനെയാ? ധാരാളം അനുഭവങ്ങൾ തന്നെ എൻ്റെ പുറകിലുണ്ട്. ജീവിതാനുഭവം തന്നെ മാറിക്കഴിഞ്ഞു. ഓരോരുത്തർക്കും ഇന്നിപ്പം 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ഓൾ ഓവർ ദ വേൾഡ് 5 ഭൂഖണ്ഡങ്ങളിൽ ഇത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഭൂഖണ്ഡങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അതാ ജോൺസൺ സാറേ. യേശു എല്ലാം എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചപ്പോൾ തന്നെ ജീവിതം മാറി, അവസ്ഥകളും മാറി. ഇവിടെ തന്നെ എറണാകുളത്ത് നിന്ന് ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഈ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഐശ്വര്യ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ഇന്നിവിടെ സാക്ഷ്യത്തിനായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, ഇന്ന് എൻ്റെ കേൾവിക്കാർ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പ്രവൃത്തി യേശുവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യണമെങ്കിൽ
കർത്താവ് നിങ്ങളെ പരിവർത്തിച്ചിട്ടേ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലും തിരുവുള്ളം നിങ്ങളുടെ മേൽ പ്രസാദിക്കുന്ന കൊണ്ടാ, അല്ലാതെ നിങ്ങൾക്ക് ഇച്ഛിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ എന്താണ് ഇവിടെ ഈ വാക്യങ്ങളിലൂടെ എല്ലാം പറയുവാൻ ആഗ്രഹിച്ച മെസ്സേജ്? ഒറ്റ കാര്യമാണ് പറയാൻ ആഗ്രഹിച്ചത്, അത് പിന്നെ ഉറപ്പിച്ച് പറയാം. പ്രവൃത്തി ഇല്ല എന്നല്ല, ഇനി ആ പ്രവൃത്തി യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിൽ ആ പ്രവൃത്തി ആരംഭിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഈ വിശ്വസിച്ചതിന് ശേഷം ആ പ്രവർത്തി ഇപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒട്ടും സമയമില്ല, പ്രവർത്തിച്ചിട്ടും സമയം കിട്ടുന്നില്ല. പൂർത്തീകരണ പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് അറിയിക്കാനുള്ള ഓട്ടമാണ്. മറ്റേത് വലിയ കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ മനസ്സിലാവുമായിരിക്കും, ആകെ ഒരു പിരിമുറുക്കോ, ദൈവമേ ഇന്ന് പ്രസാദിക്കുവോ, നാളെ പ്രസാദിക്കുവോ, ഇന്നത്തെ എൻ്റെ പ്രവൃത്തി ഒന്നും ശരിയായിട്ടില്ല, നേരം വെളുത്ത് തിരക്കൊക്കെ ആയിരുന്നു, ഡ്യൂട്ടിക്ക് പോയി. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പ്രൊഫസർമാരായതുകൊണ്ട് അറിയാം, ജോലിക്ക് പോയി, എൻ്റെ ദൈവമേ പഠിപ്പീരൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ഇത്രയും നേരം നിന്ന് കാലുമെല്ലാം വേദനിച്ച് വന്ന് കിടന്നുറങ്ങി, എൻ്റെ കർത്താവ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ദൈവകോപം വരുമോ, ആകെപ്പാടെ ഒരു എന്നെ ഗിൽറ്റി കോൺഷ്യസിലുള്ള ജീവിതമാണ്. ഒരു ദിവസം 5:30 എഴുന്നേറ്റില്ലെങ്കിൽ ആകെ അന്നത്തെ ദിവസം പോക്കാം, 6 മണിക്കായാൽ ആകെ കുറ്റബോധമാണ്, ആകെ മാനസികമായ തകർച്ച. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രവൃത്തി ഒരു ദിവസം മുടങ്ങിയാൽ എല്ലാം താഴെ വീഴും. ഹല്ലേലൂയ. 5:30 എഴുന്നേക്കാൻ പറ്റിയോ? കൃപ. നിങ്ങൾ എഴുന്നേറ്റതല്ല, നിങ്ങൾ എഴുന്നേൽപ്പിച്ചതാ. 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റിയോ? കൃപ. പ്രാർത്ഥിച്ചത് പ്രവൃത്തിയല്ല, പ്രാർത്ഥിക്കാൻ കൃപ തന്നുകൊണ്ടാ നിങ്ങൾ പ്രാർത്ഥിച്ചേ. പാടാൻ കൃപ ലഭിച്ചോ? സ്തോത്രം പറ, പാടിക്കോ. കരമടിക്കാൻ കൃപ ലഭിച്ചോ? കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. കരമടിച്ചിട്ട് പറയരുത് ഞാൻ കരമടിച്ച് നേടിയതാന്ന്. കരമടിക്കാൻ കൃപ തന്നുകൊണ്ടാ നിങ്ങൾ കരമടിച്ചേ. ഹല്ലേലൂയ പറയാൻ കൃപ വന്നുകൊണ്ടാ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഇവിടെ ആശ്രയം വർദ്ധിക്കുക. ഇവിടെ റിയൽ ക്രിസ്ത്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഒരു ഫിനിഷ്ഡ് വർക്ക് അറിയുന്നതിന് മുമ്പ്, യേശു കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് അറിയുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ക്രിസ്ത്യൻ ലൈഫായിരുന്നു. ആ സാക്ഷ്യം ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് കേൾക്കുമ്പോഴേ ആകെ ഒരു മനസാക്ഷി ഇടുക്കുവാതില ഖാനവും നുഖവും നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്തൊരു നുഖം നിങ്ങളുടെ കഴുത്തലോട്ട് വെച്ചിട്ട് നിങ്ങൾ താഴെ വീണ് പിന്നെ എഴുന്നേക്കുന്നതൊക്കെ നോക്കി കർത്താവ് ഇങ്ങനെ കരമടിച്ചിരിക്കും. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലേ എന്നൊരു ചോദ്യം വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും അത് കഷ്ടത എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഒരിക്കലും ഈ ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾ ചിന്തിക്കരുത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരാണുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്ക വാ, ഇതിലും വലിയൊരു അധ്വാനം ഞാൻ നിങ്ങൾക്ക് തരാം. Come on. No, അതല്ല യേശു. എൻ്റെ നുഖം മൃദുവാ, എൻ്റെ നുഖം ലഘുവാ. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇടുക്കുവാതിലാ ബ്രദറെ. ശരിയാ ബ്രദറെ, വാതിലിന് മാത്രമേ ഇടുക്കുള്ളൂ, അകത്തോട്ട് കയറി നോക്ക്, അകം മുഴുവൻ വിശാലമാ. എന്നാ കാര്യം എന്നറിയോ? ഇടുക്കുവാതിലൂടെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഞാൻ അകത്ത് കയറണം. എന്തിനാണെന്നറിയോ? വല്ലവും കൊണ്ട് കയറിയാൽ നീ പറയും ഞാൻ കൊണ്ടുവന്നോണ്ടാ ഞാൻ വലുതായേ, അതുകൊണ്ട് ഉള്ളതെല്ലാം താഴെ വെച്ചിട്ട് ഇടുങ്ങി ഞെരുങ്ങി അകത്തോട്ട് കയറിക്കോ. അതിൻ്റെ അർത്ഥം അകം ഇടുക്കുവാന്നല്ല, അകം വിശാലമാ, അകത്ത് വലിയ വർധനവാ. മതിയെന്ന് പറയുവോള് കരമടിച്ച് തന്നെ. ഓ ജീസസ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വേറൊരു ആശയമാണ് നിങ്ങളുടെ ഉള്ളത്തിൽ വീഴ്ത്തപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഈ സമയത്ത് തന്നെ ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരട്ടെ. ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളല്ല. അയ്യോ, കർത്താവിനെ ഒന്ന് അനുവദിക്കുമ്പോണ്ടല്ലോ. എൻ്റെ ജോൺസൺ സാറെ ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിനെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ തന്നെ ഡയമെൻഷൻ ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രവർത്തിക്കുകയായിരുന്നു, ഇപ്പം യേശു പ്രവർത്തിക്കുക. ഇന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ കുറച്ചുകൂടെ ബോംബ്രനെ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് അറിയാം, 5000, 10,000, 20,000 ഒക്കെ ക്രൗഡ് നിൽക്കുന്നതിൻ്റെ നടുവിൽ തളർന്ന ഒരു രോഗിയെ അല്ലേ കൊണ്ടുവന്ന് ആംബുലൻസിലൊക്കെ ഉള്ള രോഗികളെ കൊണ്ട് നിർത്തി ഇത്രയും കണ്ണുകൾ ഇമ വിട്ടാതെ നിൽക്കുമ്പം ഞാൻ ചില സമയത്തൊക്കെ മാനുഷികമായിട്ട് ചിന്തിട്ടുണ്ട്, എൻ്റെ കർത്താവേ ഇത് മനുഷ്യൻ ഇന്ന് എഴുന്നേറ്റില്ലേ, ഇതുങ്ങളെല്ലാം കൂടെ ഞങ്ങളെ തിന്നു കളയുമല്ലോ, മാനുഷികതയില്. പക്ഷേ അവിടെ എല്ലാം ഉണ്ടല്ലോ, ക്രൂശിൽ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞടാ മോനെ, ഇന്ന് പുതിയതായിട്ടൊന്നും സംഭവിക്കാനില്ല ഇവിടെ. ഇന്നല്ല ഈ രോഗി സൗഖ്യമാകുന്നേ,
2014 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടിപ്പിണരാൽ ഞാൻ ഈ മകനെ സൗഖ്യമാക്കിയെന്ന് ഈ മകൻ ഇന്ന് തിരിച്ചറിയുക മാത്രമാ ചെയ്യണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ആ തിരിച്ചറിവ് കൊടുക്കുക മാത്രമാ നീ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ ആശ്വാസമായി. നമ്മളങ്ങ് ആശ്വാസം. മറ്റേ റിസ്ക് മുഴുവൻ നമുക്ക്, എൻ്റെ ദൈവമേ കൈ പൊങ്ങുവോ, ദൈവമേ കാലനങ്ങുവോ. ഒറ്റ കാര്യമേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ബ്രദറെ, ഈ മനുഷ്യൻ തളർന്നു വന്നിരിക്കട്ടെ. ബ്രദറെ, 2014 വർഷങ്ങൾക്ക് മുമ്പ് സകലവും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യേശു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഈ വിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാ, ആ വിശ്വാസം നിങ്ങളോട് പറയാനാ, ഈ കേൾവിയാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാ യേശു എന്നെ അയച്ചിരിക്കുന്നത്. അതല്ലാതെ എനിക്ക് സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല, എനിക്ക് പറ്റത്തില്ല. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ, ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ യേശു എന്നെ നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് വന്ന് നിങ്ങളോട് പറയുന്നേ. ഞാനല്ല സൗഖ്യമാക്കുന്നേ, യേശു 2014 വർഷങ്ങൾക്ക് മുമ്പാണ് സൗഖ്യമാക്കിയത്. ഗോംബ്രറെ, ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയ ഒരു മേഖല കൂടെ പറയാം ഈ ഫിനിഷ്ഡ് വർക്ക് വെളിപ്പെട്ടപ്പോൾ. കാരണം അത് സംതിങ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു പക്ഷേ ആ സ്ട്രഗിൾ നിങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ടാകാം. പ്രയർ സ്റ്റൈല്, പ്രാർത്ഥന, തരണമേ, കിട്ടണമേ, വരണമേ, കർത്താവേ അതുകൂടെ തരണേ, ഇങ്ങനെ എല്ലാത്തിൻ്റെ എൻഡ് മേ 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 ആയിരുന്നു. കർത്താവേ തരണേ, 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 തരണേ തന്നെ. ഒരു ദിവസം റോമർക്കെഴുതിയ ലേഖനത്തിലൂടെ കർത്താവ് സംസാരിപ്പാനിടയായി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? പുത്രന്റെ കൂടെ സകലവും നൽകാതിരിക്കുമോ? ഇത് മനസ്സിലായപ്പോ തന്നെ എൻ്റെ ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പകരം തന്നതിന് നന്ദി യേശുവേ എന്നാണല്ലോ പറയേണ്ടത് എന്ന് അറിഞ്ഞപ്പോ അത് തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ ഈ പ്രസംഗ ഫീൽഡിലുണ്ട്. സോ കഴിഞ്ഞൊരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ട്രാക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ നാളെയാണ്, നാളെയാണ്, നാളെയാണെന്നാ. കർത്താവ് സൗഖ്യമാക്കും, ഒരു അത്ഭുതം കിട്ടും, ഒരു വഴി തുറക്കും. അത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു രസമാണ്, ഒരു സന്തോഷമാണ്. ഓ, ഇന്ന് എന്നോട് പറഞ്ഞു ഒരു വഴി തുറക്കും. പക്ഷേ കൈൻഡ് ഓഫ് ലോട്ടറി കച്ചവടമാണ്. ഇപ്പോൾ ഇന്നലെയാണ്, നാളെയാണ്, 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 നാളെ നാളെ നീളെയാണ്. അതല്ല സുവിശേഷത്തിന്റെ അർത്ഥം, അതല്ല സുവിശേഷത്തിന്റെ അന്തസത്ത. സുവിശേഷത്തിന്റെ അന്തസത്ത നാളെ അല്ല, സുവിശേഷത്തിന്റെ അന്തസത്ത 2014 വർഷങ്ങൾക്ക് മുമ്പാ. ഇന്ന് നിങ്ങൾ വളരേണ്ടത് നാളെ കിട്ടുമെന്ന അറിവിലല്ല, 2014 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ സകലവും യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന അറിവില്ല. അതുകൊണ്ട് പ്രാർത്ഥന പറയുമ്പോൾ തന്നെ നമ്മളത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ലഭിച്ചു പ്രാർത്ഥന പറയുമ്പോൾ തന്നെ താങ്ക്സ്ഗിവിംഗ്, ആരാധന. കംപ്ലീറ്റ് കാഴ്ചപ്പാടുകൾ മാറാനിടയായി ബോംബ്രറെ. അത് മനസ്സിലാക്കിയപ്പോൾ പാട്ടിന്റെ എല്ലാ അവസാനം കിട്ടും 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 എന്നുള്ളിടത്തെല്ലാം യേശുവിലൂടെ സകലവും കിട്ടിക്കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു. ഒന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞു, 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 കിട്ടിക്കഴിഞ്ഞു. ഫിലിപ്പിയലേഖനത്തിലുണ്ട്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ. ആവശ്യങ്ങൾ അറിയിക്കാനല്ല പറഞ്ഞേ, ആവശ്യം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാനാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയാണ്. നന്ദി എപ്പോഴാ പറയുന്നത്? കിട്ടിക്കഴിയുമ്പോഴാണ് നന്ദി പറയുന്നത് അല്ലേ? സാർ പേനയൊന്നും തരാമോ? താങ്ക് യു. ഇത് ലഭിച്ചു കഴിയുമ്പോഴാ താങ്ക് യു പറയുന്നത് അല്ലേ? ഇത് തരുന്നതിന് മുമ്പ് വരെ താങ്ക് യു പറയാൻ ഒക്കത്തില്ല. കിട്ടിക്കഴിഞ്ഞു എന്ന ഉറപ്പിൽ നിന്നും മാത്രമേ സ്തോത്രം ആരംഭിക്കുള്ളൂ. എൻ്റെ പ്രിയരെ, എന്നാ കിട്ടാത്തേ? പഴയ നിയമത്തിൽ മുഴുവൻ വാഗ്ദത്തങ്ങളാ. അനുഗ്രഹിക്കാം, വലുതാക്കാം, വർദ്ധിപ്പിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പം അനുഗ്രഹിക്കാമെന്നല്ല വാക്യം, അനുഗ്രഹിച്ചിരിക്കുന്നു. തെരഞ്ഞെടുക്കാമെന്നല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നു. ദത്തെടുക്കാമെന്നല്ല, ദത്തെടുത്തിരിക്കുന്നു. മുൻ നിയമിക്കാമെന്നല്ല, മുൻ നിയമിച്ചിരിക്കുന്നു. വിളിക്കാമെന്നല്ല, വിളിച്ചിരിക്കുന്നു. സകലവും ക്രൂശിൽ തന്നു കഴിഞ്ഞിരിക്കുന്നു, ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന്
ഒരു ഓവറോൾ ഒരു ഐഡിയ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വീഴട്ടെ. ഇവിടെ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ശ്രമമല്ല, ഫലമാണ്. ശ്രമത്തിൽ എനിക്ക് പ്രശംസയുണ്ട്, ഫലത്തിൽ വിത്തിന് പ്രശംസയുണ്ട്. വിത്ത് യേശുവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. വേദപുസ്തകം പറയുന്ന പുതിയ നിയമത്തിലെ പ്രവൃത്തി ശ്രമമല്ല, ഫലമാണ്. ഫലം ആരംഭിക്കുന്നത് ശ്രമത്തിൽ നിന്നല്ല, ഫലത്തിൽ നിന്നാണ്. വിത്തിൽ നിന്നാണ് ഫലം ആരംഭിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ഉള്ളല്ലേ ഈ വിഷയത്തിൽ. മറ്റെന്തെങ്കിലും പക്ഷെ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ബ്രദർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും പെട്ടെന്ന് സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും കൺമുന്നിൽ കാണുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കൺമുമ്പിൽ കാണുന്ന. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാട്ടെ. എനിക്ക് ഒരു രോഗമുണ്ട്, കടഭാരം മുന്നിൽ നിൽക്കുന്നു. ബ്രദറിന് എത്ര രൂപയുടെ കടമുണ്ട്? എനിക്കറിയാം, ഒന്നും ഇല്ലെന്ന് എന്നാലും പറഞ്ഞു. ഒരു 25 ലക്ഷം രൂപയുടെ കട. ഇച്ചിരി കാര്യമായിട്ടൊക്കെ വെക്കപ്പാ, നിങ്ങൾ ചുമ്മാ 25 വെക്കാം. 45 ലക്ഷം ആയിക്കോട്ടെ. 1 കോടി വെച്ചോ, ഒരു വഴിക്ക് പോകല്ലേ. 1 കോടി രൂപയുടെ കടം ഈ മനുഷ്യനുണ്ട്. ഓക്കെ, ഈ മനുഷ്യൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ബ്രദറെ, പക്ഷെങ്കിൽ കടമൊന്നും മാറുന്നില്ലല്ലോ. അതല്ലേ ചോദ്യം? അതെ അതെ, ഒരു കോടിയായി തന്നെ അവിടെ നിൽക്കുന്നു. 1 കോടി ആയിട്ട് തന്നെ നിൽക്കുന്നല്ലോ, കടം മാറുന്നില്ലല്ലോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ്, യേശു സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. സൗഖ്യമാക്കാവുന്നല്ല, സൗഖ്യമാക്കിയിരിക്കുന്നു എന്നാ വചനം. ക്രൂശിൽ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിളിച്ചു പറയുന്നു. പക്ഷെ ഇപ്പോഴും മുട്ടിനെ എനിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാ, മുട്ടിനുവേദനയാ ബ്രദറെ. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എന്നാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മുട്ടിനുവേദനയോ എൻ്റെ 1 കോടി രൂപയോ അല്ല വചനത്തിന്റെ അടിസ്ഥാനം. അതാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് 1 കോടി രൂപ ഉള്ളപ്പം വചനം താഴെ വീഴുകയോ, എൻ്റെ 1 കോടി രൂപ മാറുമ്പം, കടം മാറുമ്പം വചനം കയറി നിൽക്കുകയോ അല്ല ചെയ്യുന്നത്. വചനം ഇന്നലെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും, ഇന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നാളെയും. എൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത് ഈ പരിജ്ഞാനത്താലാണ്, ഈ അറിവിനാലാണ്. 2 മെസ്സേജ് ബോബൻ എന്ന് പറയുന്ന ആളോട് പ്രസംഗിക്കാനായിട്ട് കഴിയും. ബോബൻ ബ്രദർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. ബ്രദറെ, എനിക്ക് 1 കോടി രൂപയുടെ കടമുണ്ട്. ബ്രദറെ, കർത്താവ് ഒരു അത്ഭുതം ചെയ്യും കേട്ടോ, യേശു ഒരു അതിശയം ചെയ്യും കേട്ടോ. ബ്രദർ വിശ്വസിച്ചു, തോളത്തൊക്കെ തട്ടി എന്നെ ബലപ്പെടുത്തി, സാരമില്ല, കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു, ഞാൻ ആ ദർശനം കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ വെളിപ്പാട് കാണുന്നു. 14-ാം തീയതി, 18-ാം തീയതി, 24-ാം തീയതി, ഫെബ്രുവരി മാസത്തിന് 30-ാം തീയതി. ഇല്ല കേട്ടോ, ഫെബ്രുവരി 30 ഇല്ല. ഒരാശ്വാസമാകും. പക്ഷേ ആത്യന്തികമായിട്ട് ഫെബ്രുവരി 30 കലണ്ടറിലും ഇല്ല, കാര്യത്തിലും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ ഞൊടി നേരത്തേക്കുള്ള ഒരാശ്വാസത്തിന് ഇതൊക്കെ കൊള്ളാം. പലർക്കും ഇതാ വേണ്ടേ, പലർക്കും ഓയിൽമെന്റ് മതി, ഓപ്പറേഷൻ വേണ്ട. പുറമെ ഒന്ന് ഓയിൽമെന്റ് തേച്ച് അകത്തുള്ളതൊന്നും എടുത്തു കളയണ്ട, അതവിടെ ഇരുന്നോട്ടെ. അകത്തുള്ളത് എടുത്തു കളഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം, വേദന കൂടും, സമയം കൂടും. അകത്തുള്ളതെന്ന് എടുത്ത് പുറത്തൊരു ഓയിൽമെന്റ് ഒക്കെ തൂത്തൊന്ന് വിടാവോ? ഈ ഓയിൽമെന്റ് തൂക്ക എല്ലായിടത്തും നടക്കുന്നത്, അതിനാ മാർക്കറ്റും. ഓയിൽമെന്റ് തൂക്കുന്നവർക്ക് എന്നാ ഡിമാൻഡാണെന്നറിയോ? പക്ഷെ സത്യം എന്താ? ബോംബ്രന്റെ കടഭാരം യേശു മാറ്റും എന്നല്ല, മാറ്റി. 2014 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ആ ബ്രദറിന്റെ 10 കോടി രൂപയുടെ നമ്മളിവിടെ കേട്ട സാക്ഷ്യമാണ്. ആ ബ്രദർ സാക്ഷ്യം പറഞ്ഞ ആ വാക്ക് ഓർക്കുന്നുണ്ടോ ജോൺസൺ സാറേ? എറണാകുളത്തെ മറൈൻ നമ്മുടെ ലീമർഡിയൻ ഹോട്ടലിന്റെ റൈറ്റ് സൈഡിലെ ചെരിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എത്ര പേര് ഓർക്കുന്നുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേ? മൈക്കിൾ ഏട്ടന്റെ സാക്ഷ്യം അറിവുള്ളവർക്കറിയാം. മൈക്കിൾ ഏട്ടൻ കേൾക്കാത്ത മെസ്സേജുകളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലായിടത്തും ഓയിൽമെന്റ് തേച്ചു വിടും. മൈക്കിൾ ഏട്ടാ, ഒരു വഴി ദൈവം തുറക്കട്ടോ, ഒരു വഴി ദൈവം തുറക്കട്ടോ. ഇവിടെ വന്നപ്പോ നമ്മൾ മൈക്കിൾ ഏട്ടനോട് പറഞ്ഞു, ഒരു വഴി 2014 വർഷങ്ങൾക്ക് മുമ്പ് തുറന്നു. മൈക്കിൾ ഏട്ടൻ വിശ്വസിച്ചു. ആദ്യത്തെ ദിവസം എൻ്റെ അടുക്കൽ അദ്ദേഹം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരോട് പ്രാർത്ഥിക്കാൻ വന്നത് ഞാൻ ഓർക്കുക. ഞാൻ പറയുന്നത് അവർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എല്ലാം യേശു ചെയ്തു കഴിഞ്ഞു ബ്രദറെ. ഞാൻ പറഞ്ഞു,
ഇപ്പൊ ഒന്നും തിരിച്ചിങ്ങോട്ട് പറയണ്ട. 4 ദിവസം ഒന്ന് വിശ്വസിക്കുക, 4 ദിവസം ഒന്ന് വിശ്വസിക്കുക. അത് അദ്ദേഹത്തോട് പറഞ്ഞ കേട്ടോ. 4 ദിവസം നിങ്ങൾ കണക്കൊന്നും ഏറ്റെടുക്കണ്ട. അദ്ദേഹത്തോട് പറഞ്ഞ ബ്രദർ പറഞ്ഞ് 4 ദിവസം വിശ്വസിക്കുക. അതല്ല ഞാൻ പറഞ്ഞേ, അദ്ദേഹത്തോട് അങ്ങനെ പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് 4 ദിവസം ഇത് വിശ്വസിക്കുക. വായി തുറന്ന് പറ, എൻ്റെ വിഷയത്തിൽ കെട്ടഴിയുമെന്നല്ല. 2014 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിന്റെ കെട്ട് യേശു അഴിച്ചതാ. ധനവും പുരാതന സമ്പത്തുമുള്ള ദൈവം ഈ വിഷയത്തിനകത്ത് മറുപടി എനിക്ക് അയച്ചതാ. ഇതൊന്ന് വിശ്വസിച്ചു വിളിച്ചു പറയാനായിട്ട് പറഞ്ഞു. എൻ്റെ പ്രിയരെ, എന്നാ സംഭവിച്ചെന്നറിയാം? നമുക്കറിയാം, 10 കോടി രൂപയുടെ കടം തീർന്ന് ആ മനുഷ്യൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുക. ജോൺസൺ സാർ ആ സാക്ഷ്യത്തിനുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം പറഞ്ഞ്, കിട്ടും എന്ന് വിശ്വസിച്ച കാലത്തോളം കിട്ടിയിരുന്നില്ല, പക്ഷെ കിട്ടി എന്ന് വിശ്വസിച്ചപ്പോ വന്നു ചേർന്നു. ഇത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാ. ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതും കൂടെ എടുത്തോണ്ട് പോകും. ഉണ്ടെന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ഉണ്ടാകും, വർധനമുണ്ടാകും. നിങ്ങൾ ചോദിക്കും മുമ്പേ ചോദിക്കുന്നത് ലഭിച്ചു, ലഭിക്കും എന്നല്ല, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും, അത് നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കും എന്നല്ല, മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ കിട്ടും എന്നല്ല, സുവിശേഷത്തിന്റെ അന്തസ്സത്ത വരും അല്ല, ലഭിച്ചു. ക്രൂശിൽ സകലവും. ഇത് നമ്മളിത് പറയുമ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ ഈ ഹൃദയഭാരമാണ് 4 വർഷം മുമ്പ് സ്വീകരിച്ചത്. ഞങ്ങളോട് കർത്താവ് സംസാരിച്ചത് ഈ യേശുവിൻ്റെ ഹൃദയഭാരമായിരുന്നു. ഞാൻ രശ്മിയോട് ആദ്യമായിട്ട് ആ വിഷൻ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അത് ഷെയർ ചെയ്തപ്പോൾ ആ ഹൃദയഭാരമാണ് യേശു പറഞ്ഞത്. ഞാനെല്ലാം ക്രൂശി ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് എൻ്റെ ആ ജനം മനസ്സിലാക്കുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത് കർത്താവ് പറഞ്ഞ്, ഞാനെല്ലാം ക്രൂശി ചെയ്തു കഴിഞ്ഞിട്ടും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ആരും ഒന്നും നേടുന്നില്ല. അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്ന് ഇവര് പിന്നെയും ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും എന്നെ ക്രൂശിക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി പോരാ എന്ന് വരികയാണ്. ക്രൂശിൽ യേശു ചെയ്തതിന്റെ വിലയെ നമ്മൾ ഇടിച്ചു കളയുക. അതാ ഞങ്ങൾ അന്ന് കർത്താവ് തന്നെ ആ ഭാരം ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തതാ. അന്ന് പറഞ്ഞ എക്സാക്ട്ലി ആ യേശു ക്രൂശിൽ ഒരു വില കൊടുത്തു. ആ വിലയെ നമ്മൾ ഓരോ പ്രാവശ്യം ഇനിയും ചെയ്യണമെന്ന് പറയും തോറും ആ വിലയെ നമ്മൾ ഇടിച്ചു കളയുക. യേശു കൊടുത്ത ആ വില ഇല്ലാതാക്കുക. യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെ വില ഇല്ലാതാക്കുക. എന്നാൽ എന്നാ യേശു ക്രൂശിൽ ചെയ്തു വിടാഞ്ഞേ? ഈ ആത്മാവിന്റെ രക്ഷയ്ക്കുള്ളത് മുഴുവൻ ചെയ്തു കഴിഞ്ഞോ? അതോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണോ? അങ്ങനെ ആൾക്കാർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. കൊച്ചുപിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. കേൾക്കുന്നുണ്ടോ? കൊച്ചുപിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ മാർഗം എൻ്റെ കയ്യിൽ പൂരിപ്പിക്കാൻ തന്നതല്ല. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ ഈ മാർഗത്തിലേക്ക് വിളിച്ചതായത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചെയ്യുന്നത് അവൻ എന്നിൽ നിർബന്ധിക്കുന്നുണ്ടാ. ഈ പ്രവൃത്തിയുടെ ക്രെഡിറ്റ് എനിക്കില്ല. അപ്പൊ എന്താ കൺക്ലൂഷൻ? എന്താ ഉപസംഹാരം? ബോബൻ ബ്രദർ മനസ്സിലാക്കിയ ഉപസംഹാരം ഒന്ന് പറഞ്ഞേ. പ്രവൃത്തി ഇല്ലേ ഇതിൻ്റെ അത്? ചെയ്തവന് വിശ്വസിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം അതാണ് എല്ലാം നമുക്ക്. ഞാൻ ആ വാക്യം മറന്നുപോയായിരുന്നു. പത്രോസിന്റെ ലേഖനത്തിലാണ് ആ വാക്യം. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ബോംബ്രർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വാക്യം പെട്ടെന്ന് ഓർമ്മ വന്നേ. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. 2 പത്രോസ് 1:7 തോന്നുന്നു അല്ലേ? 2 പത്രോസ് 1:7 തോന്നുന്നു. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ഒന്ന് പറഞ്ഞോട്ടെ. ജീവനും 3-ാം വാക്യം. 2 പത്രോസ് 1:3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. തന്റെ മഹത്വം തന്റെ വീര്യം അവിടെയും പരിഗണിക്കപ്പെട്ടത്. ജീവനും ഭക്തിക്കും സകലവും ദാനമായിട്ട് തരാൻ കാര്യം തന്റെ മഹത്വം തന്റെ വീര്യം, അല്ലാതെ എന്റെ പ്രവൃത്തിയോ എന്റെ പ്രാർത്ഥനയോ അല്ല. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് ദാനം ചെയ്യുമല്ലോ. ശരിക്കും നോക്ക, ചെയ്യുമല്ലോ. നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഒന്ന് നോക്കട്ടെ, പ്രൊമോഷൻ പീരീഡ് ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അല്ല, അത് ചെയ്തു കഴിഞ്ഞതാണ്. ദാനം ചെയ്തിരിക്കുന്നുവല്ലോ.
അപ്പൊ ഇന്ന് വാസ്തവത്തിൽ എന്താണ് ഒരു കൺക്ലൂഷൻ? ഇന്ന് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? എനിക്ക് മനസ്സിലായത് നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. വളരെ ഒന്ന് കരമടിച്ച പ്രോത്സാഹന. ഓ ജീസസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന പരിജ്ഞാനത്തിൽ ആ തിരിച്ചറിവാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാം. ആ തിരിച്ചറിവ് രോഗസൗഖ്യം, ആ തിരിച്ചറിവ് വരുമ്പോൾ ആ തിരിച്ചറിവ് ആ കടഭാരത്തിൽ നിന്നുള്ള വിടുതല്, ആ തിരിച്ചറിവ് ആ തലമുറകളുടെ അനുഗ്രഹം, ആ തിരിച്ചറിവ് ആ സകലവും. ആ തിരിച്ചറിവ് അല്ലേ, ആ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവിൽ വളരുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇപ്പം ബോംബ്രദർ അത് ഈസിയാണ്, കാരണം തുടർമാനമായിട്ട് ഇത് കേൾക്കുന്നതുകൊണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന മെസ്സേജ് കേൾക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി കേട്ടാട്ടെ, ആ കേൾക്കുന്നത് നിങ്ങളിൽ റൂട്ടഡ് ആകട്ടെ, അതിൽ നിങ്ങൾ വളരട്ടെ. നിങ്ങൾ വളരും തോറും, പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരും തോറും നിങ്ങളിൽ അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം പ്രവൃത്തിയെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു ആർക്കും മറുപടി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇസ് ഡൺ. തീർച്ചയായും ദൈവത്തിന്റെ ദാനം, നമ്മളത് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദാനം ജോൺസൺ സാറിനെ അത് ഒത്തിരി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടല്ലേ, ആ ദാനം എന്ന ആശയം. അത് ഉള്ളിൽ വീണ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പരിവർത്തനം തുടങ്ങി, നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ആ പദമാണ് ഇന്നുവരെ ആൾക്കാർ മനസ്സിലാക്കാത്തത്. ഇപ്പം ദാനം കൊടുക്കുന്നത്, ദാനവും സമ്മാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ജോൺസൺ സാറേ. അതിൻ്റെ അകത്ത് സമ്മാനമോ ഗിഫ്റ്റ് എന്ന് പറയുന്നതും ദാനം എന്ന് പറയുന്നതും സമ്മാനം എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. സമ്മാനം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു പെർഫോമൻസ് ചെയ്തു, ആ പെർഫോമൻസിൽ എൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഓക്കെ, നിങ്ങൾ എന്നെ ഹോണർ ചെയ്യുകയാണ്, ഒരു സമ്മാനം തന്നു. അതിന് എൻ്റെ പെർഫോമൻസിന് കാരണമാണ്, എൻ്റെ പെർഫോമൻസ് ആണ് അതിന് അടിസ്ഥാനം. പക്ഷെ ദാനം എന്ന് പറഞ്ഞാൽ എന്നാ, ഭിക്ഷക്കാരൻ നമ്മുടെ വീട്ടിൽ എന്നാ പെർഫോമൻസ് നടത്തിയിട്ടാ നമ്മൾ അവർക്ക് ദാനം കൊടുക്കുന്നേ? പറഞ്ഞേ, അവൻ എന്തോ പെർഫോമൻസ് ആണ് കൊടുത്തേ? ഒരു പെർഫോമൻസും ചെയ്തില്ല. ഒരു പെർഫോമൻസും ചെയ്യാൻ നമ്മൾ അനുവദിക്കത്തുമില്ല, അതാ വേറെ കാര്യം. അവന് പല പെർഫോമൻസും ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, പക്ഷെ അനുവദിക്കില്ല. കാരണം അവൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് വിഷയമല്ല. ഏതെങ്കിലും ഭിക്ഷക്കാരോട് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ, ദാനം തരുന്നതിന് ഈ ഉടുപ്പ് പോരാ, നീ പോയി ഒരു ലൂയിസ് ഫിലിപ്പിയുടെ ഉടുപ്പിട്ടുകൊണ്ട് വാടാ, എന്നാ ഞാൻ നിനക്ക് ദാനം തരാന്ന്? ഇല്ല. കൊടുക്കുന്നത് ദാനമാണെങ്കിൽ വാങ്ങുന്നവന്റെ അയോഗ്യത അല്ലെങ്കിൽ യോഗ്യത ഇവിടെ ശ്രദ്ധേയമേ അല്ല. കൊടുക്കുന്നവന്റെ ഔദാര്യമാണ്, കൊടുക്കുന്നവന്റെ നിലവാരത്തിനൊത്തോണോ കൊടുക്കുന്നത്? എന്റെ മുമ്പിൽ കൈ നീട്ടിയവന് ഞാൻ എന്റെ സ്റ്റാൻഡേർഡിനൊത്തോണോ കൊടുക്കുന്നത്, അല്ലാതെ അവന്റെ നിലവാരത്തിനൊത്തോണോ. അവൻ ഒരു നിലവാരവും ഇല്ല. അവനോട് ഞാൻ ഒരിക്കലും പറയാറില്ല നീ പോയി ഉടുപ്പ് മാറിയിട്ട് വാ, എന്നാ ഞാൻ നിനക്ക് 10 രൂപ തരാന്ന്. കാരണം ഞാൻ കൊടുക്കുന്നത് സമ്മാനമായിരുന്നെങ്കിൽ അവന്റെ പ്രവൃത്തി ആവശ്യമായിരുന്നു. ഇവിടെ ദാനമായിട്ട് കൊടുക്കുന്നതിന്റെ കാരണം എൻ്റെ ഒരു പ്രവൃത്തിയും അതിനകത്ത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ദാനം എന്നുള്ള ഒരു പദമാണ് മെസ്സേജിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. സുവിശേഷത്തിന്റെ സന്ദേശം നരകമല്ല. നരകം കത്തുന്നു, പുഴു ചാകുന്നില്ല. പുഴു ചത്തിട്ടും ചാകാതിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. അതല്ല സുവിശേഷത്തിന്റെ സന്ദേശം. മെസ്സേജ് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നരകത്തിലെ പുഴുവിന്റെ കണക്കെടുപ്പല്ല. തീ അവിടെ എത്ര കൂട്ടലുണ്ട്, എത്ര ഡിഗ്രി ഇപ്പൊ ചൂടായിട്ട് നിപ്പുണ്ട്, തന്തൂരി പരുവായോ അതോ കരിയുന്ന പരുവായോ, ഇതിന്റെ കണക്കെടുപ്പല്ല ഗോസ്പൽ. ഇത് പറഞ്ഞ് ആരെങ്കിലും പേടിപ്പിച്ച് സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേടി പോകുമ്പോൾ അവർ തിരിച്ചു പോകും. ഒരുപക്ഷെ നിങ്ങളോട് അവർ പറഞ്ഞേക്ക് അതിലും വലിയ ചൂട് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതല്ല സുവിശേഷത്തിന്റെ അന്തസത്ത. യേശു എല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, അതിലുള്ള വിശ്വാസമാണ് ഇന്ന് കർത്താവ് വിളിക്കുന്നത്. അത് വിശ്വസിക്കാനാണ്. ആ വിശ്വാസമാണ് യേശു പറഞ്ഞ പ്രവൃത്തി. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചവരായി മാറുകയാണ്. എത്ര പേർക്ക് ആശയങ്ങൾ വ്യക്തമാകുന്നു? ഈ സമയത്ത് ലോകരാജ്യങ്ങളിൽ നമ്മളെ കാണുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ എറണാകുളത്ത് ശനിയാഴ്ച തോറും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ വന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ശ്രമമല്ല ഫലമായ പ്രവൃത്തി, അത് നിങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിധേയപ്പെട്ടാട്ടെ. ഒരുപാട് വേണമെങ്കിൽ ഇതിനെ വിമർശിക്കാം, പക്ഷേ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തെ വിമർശിക്കുന്നതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കർത്താവല്ല. കാരണം ആ സത്യം എത്രത്തോളം പടരാമോ
അത് പടർത്താനാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിനെ തടയാൻ ശ്രമിക്കുന്നത് കർത്താവല്ല, അത് സാത്താന്യ തന്ത്രമാണ്. അതിൽ വീഴ്ത്തപ്പെടുവാൻ ഒരു വ്യക്തി പോലും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. പരിജ്ഞാനത്തിൽ വളർന്നാട്ടെ. ഒരു നിമിഷം എൻ്റെ കൂടെ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മുമ്പിൽ ഈ വാക്കുകളെ നമുക്കൊന്ന് ഏറ്റു ചൊല്ലാം. ഈ വചനത്തിൻ്റെ അത്ഭുതത്തെ നമുക്കൊന്ന് സ്വീകരിക്കാം. യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി സകലവും സകലവും, അതൊന്ന് ചേർന്ന് പറഞ്ഞാടെ, സകലവും സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞ ഈ യേശുവിനെ ചേർന്ന് പറഞ്ഞാട്ടെ ദൈവമക്കളെ, എനിക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞ ഈ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ ഞാൻ നീതിമാനും പരിപൂർണനും ആയി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, എന്നിലുള്ള യേശുവിന്റെ ശ്രമമാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നാണല്ലോ കർത്താവ് അങ്ങ് പറഞ്ഞത്. അങ്ങ് വിശുദ്ധനായതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിശുദ്ധരാകുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയുകയില്ലല്ലോ. നീതിയുടെ ഫലമായ വിശുദ്ധി അത് ഞങ്ങൾ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ രോഗം ഒന്ന് പറഞ്ഞ്, എന്റെ രോഗം 2014 വർഷങ്ങൾക്ക് മുമ്പ് യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല, ഞാൻ രോഗത്തിൽ തുടരുകയില്ല. എന്റെ സൗഖ്യം ഇന്നല്ല, 2014 വർഷങ്ങൾക്ക് മുമ്പ് യേശു അയച്ചു കഴിഞ്ഞതാണ്. ഇന്ന് ഞാനത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ശാപം, എല്ലാ സാമ്പത്തിക ദാരിദ്ര്യങ്ങളും യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനാകുന്നു. സൽപ്രവർത്തിക്കായിട്ട് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രവൃത്തി എന്നത് എന്റെ ശ്രമമല്ല, എന്നിലുണ്ടാകുന്ന ഫലമാണ്. ശ്രമത്തിൽ എനിക്ക് പ്രശംസയുണ്ട്, ശ്രമത്തിൽ എനിക്ക് പുകഴ്ചയുണ്ട്. എന്നാൽ ഫലത്തിൽ വിത്തിന് പ്രശംസയും വിത്തിന് പുകഴ്ചയുമുണ്ട്. കർത്താവേ, ആ പ്രശംസ കാരണമായ യേശു, അതാ പൗലോസ് പറഞ്ഞേ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് എന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ ഭാഗങ്ങൾ ഒരുപാട് പേരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ റിയൽ ഫേസ് തുറന്നു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകരെ സ്വാധീനിച്ച, ജനലക്ഷങ്ങളെ ആകർഷിച്ച, വിപ്ലവാത്മകമായ ഉണർവിലേക്ക് ജനലക്ഷങ്ങളെ കൊണ്ടുവന്ന യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഐശ്വര്യങ്ങൾ, അതിൻ്റെ സമ്പന്നത, അതിൻ്റെ ഉയർച്ച ഈ സമയത്ത് എൻ്റെ കേൾവിക്കാരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ നിബദിച്ച് ഇനി ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യത്തില്ല, റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഗോസ്പലിൻ്റെ അന്തസ്സത്തെ അവരറിയട്ടെ. കിട്ടുമെന്നും കിട്ടാമെന്നും അല്ല, കിട്ടി എന്ന സത്യം അവർ പറയുമ്പോൾ തന്നെ അവരുടെ ലൈഫ് മാറട്ടെ, അവരോട് ബന്ധപ്പെടുന്നവർ മാറട്ടെ. ഇന്നെ കേൾക്കുന്ന വീടുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ദൈവശക്തി നിന്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിച്ചിറങ്ങട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് അവർക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ പ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയപ്പോൾ, അവന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയപ്പോൾ, കർത്താവേ, അങ്ങനെ തന്നെ ആയിത്തീരുന്നതിനായി സ്തോത്രം. നിന്റെ മക്കൾ അതിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുക്കാം.
യൂട്യൂബിലൂടെ ഇന്ന് ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരെ, നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇതര മാധ്യമങ്ങളിലൂടെ ഇത് ഷെയർ ചെയ്താട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താട്ടെ. അനേകർക്ക് ഇത് പ്രയോജനമായി മാറട്ടെ. താങ്ക് യു. ഇതുപോലുള്ള ആയിരക്കണക്കിന് വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. ഗ്രേസ് കമ്മ്യൂണിറ്റി TV എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഓരോ ശുശ്രൂഷകൾ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാണ്. കാണുവാൻ, ക്രിസ്തുവിൽ കൂടുതൽ വളരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് വി ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഡിസ്കിന്റെ പ്രോബ്ലം. ഓ, ഡിസ്കിൻ്റെ പ്രോബ്ലമാണ്. ബെൽറ്റ് ഉപയോഗിക്കുമോ? ഓ മകളെ, യേശു സകലവും. എത്ര വർഷമായി ഡിസ്കിന് ഈ പ്രോബ്ലം ആയിട്ട്? 14 വർഷം. ഏത് ഘട്ടത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ് അത് കൂടുതൽ വരുന്നത്? ജോലി ചെയ്യുമ്പോഴാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഫ് ജീസസ്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് 15 വർഷമായോ? ഈ സമയത്ത് നമുക്ക് ഈ മകളോട് പറയാനുള്ള സന്ദേശം ഇതാണ്: ഇന്ന് പുതിയതായിട്ട് ഒന്നും സംഭവിക്കാനില്ല. 2014 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടിപ്പിണരാൽ, നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, 2014 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങളുടെ സൗഖ്യം യേശു തന്നു കഴിഞ്ഞു എന്ന അറിവിലേക്ക് ഇപ്പോൾ തന്നെ ഈ ശരീരം നടത്തപ്പെടട്ടെ. ദാ അഴിയുന്നു. നിങ്ങൾ കണ്ടോണേ, അഴിയുക. കണ്ടോ? ആ അറിവ് കയറിയപ്പോൾ തന്നെ ആ രോഗാത്മാവ് ആ ശരീരം വിട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോണോ നിങ്ങൾ? അതിപ്പോൾ പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞ അഴിയട്ടെ, പൊഴിഞ്ഞു വീഴട്ടെ. നട്ടലിന് അസ്വസ്ഥത പൊഴിഞ്ഞു വീഴട്ടെ. ഈ മകളുടെ ശരീരത്തെ തൊടാൻ കള്ളപ്പിശാചേ നിനക്ക് അധികാരമില്ല. 2014 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ക്രൂശിലെടുത്ത ജയം ഇപ്പോൾ ഈ ശരീരത്തിലേക്ക് കയറുന്നു. സ്വീകരിക്കുക. നിങ്ങളുടെ മേലെ സ്വീകരിക്കുക. അവരുടെ നട്ടല് സൗഖ്യമാവുക. ഭയങ്കര ഹീലിംഗ് അത്. കംപ്ലീറ്റ് നട്ടലുകളുടെ ഓരോ കക്ഷേരുക്കളുടെ മേലും കർത്താവിൻ്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കക്ഷേരുക്കളെ ഇങ്ങനെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ കൈ ഇങ്ങനെ ഓടുന്നു. സൗഖ്യമാവട്ടെ, സമൃദ്ധമായ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ടൊന്ന് കരമടിച്ച് എഴുന്നേൽപ്പിച്ചു. ചേച്ചി, എന്താ പേര്? റേച്ചൽ. എങ്ങനൊക്കെ ചെയ്യുമ്പോഴായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു? കുനിയുമ്പോൾ അറിയാം അല്ലേ? നല്ലോട്ട് കുനിഞ്ഞ് മുട്ടും മടങ്ങാതെ നിലത്ത് കൈ ഒതുക്കി. ഓ മൈ ജീസസ്. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്ത് നിവർന്നേ. പല പ്രാവശ്യം ചെയ്തേ. സ്പീഡ് ചെയ്തേ. സ്പീഡ് ചെയ്തേ. ഹല്ലേലൂയ. ഒരു പ്രയാസവും ഇല്ലേ? ഇല്ല. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്താണ്. അല്പം പോലും ഇല്ലേ? ഇല്ല. നേരത്തെ ഇങ്ങനെ കുനിയുമ്പോൾ അറിയാമായിരുന്നല്ലേ? എൻ്റെ യേശുവേ, ആ സൗഖ്യത്തിനാണ് നന്ദി. സമാധാനത്തോടെ പോകാം.